വലിയ നിലയിൽ എന്നാലാകുന്ന അളവിൽ പരിമിതി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശാന്തമായി ആ ദൈവജനത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് പകരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് നന്നായി പ്രാർത്ഥിക്കും. നമുക്ക് വായിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. ജനസിസ് 4:26. 24:26. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. ഷേത്തിന് ഒരു മകൻ ജനിച്ചു, അവൻ ഏനോഷ് എന്ന പേര്. ആ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. പ്രാരംഭത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ ദൈവത്തിന്റെ ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ അവസാനത്തെ സെന്റൻസ്. അപ്പൊ എന്റെ ചോദ്യം, ആരാധിപ്പാൻ അല്ലെങ്കിൽ ആരാധന തുടങ്ങുവാൻ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് എന്താണ് ആവശ്യം? ഇതിന് നിങ്ങൾ ന്യായമായ ഉചിതമായ മറുപടി കണ്ടെത്തിയിട്ടുണ്ടോ? പാസ് എന്ത് ചോദിക്കുന്നത്? ഇത്രയും നേരം നമ്മൾ പാട്ടും പാടി ആരാധിക്കല്ലേ ചെയ്തത്. പക്ഷെ എന്റെ ചോദ്യം, ആരാധിക്കാൻ നമുക്ക് എന്താണ് ആവശ്യം? ഒരു കീബോർഡ് ഉണ്ടെങ്കിൽ ആരാധിക്കാം. കീബോർഡ് മതിയോ? കൈത്താളം കീബോർഡ് ഇല്ലാത്ത സമയം, എന്റെ സമയത്ത് കീബോർഡ് ഇല്ല. അപ്പോൾ കീബോർഡ് ഇല്ലാത്ത സമയമാണെങ്കിലും കൈത്താളത്തോടെ ഒക്കെ വെച്ചിട്ട് അല്ലേ ആരാധിച്ചു. ഇതൊക്കെ ഉപകരണങ്ങളാണ്, ഇൻസ്ട്രുമെന്റ്സ് ആണ്. പക്ഷെ ആരാധിക്കാൻ ആവശ്യമാണ് എന്താണ്? നമ്മൾ തന്നെ ആരാധനയ്ക്ക് ആവശ്യമാണ്. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ഉണ്ടെങ്കിൽ ആരാധനയാണ്. അതിനുപരി ഇത് രാവിലെ പ്രാർത്ഥിച്ച് ദൈവാത്മാവ് നമ്മെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇടയായി. നാം ഇവിടെ വന്ന് കുറെ സമയങ്ങളായി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരാധനയ്ക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൻസറുകൾ നിങ്ങൾ പറയും. ഒരു ആലയം ആവശ്യമാണ്, പിന്നെ ഒരു പാസ് നമുക്ക് വേണം, പിന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ വേണം, വീട്ടിനടുത്തായിരിക്കണം, യാത്രാ സൗകര്യത്തിന് അടുത്തായിരിക്കണം സഭാ ഹോള്. ഇങ്ങനെ 100 മറുപടികൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതൊന്നുമല്ല ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. ഈ പറഞ്ഞതൊന്നുമല്ല അതിനുള്ള ഉത്തരം. പിന്നെ എന്താണ് ആരാധനയ്ക്കുള്ള ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാധിക്കാൻ ആവശ്യം ഇതുവരെ അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാം. പിന്നെ ഇനി ആര് ചോദിച്ചാൽ അത് പറയാം. ആരാധിക്കാൻ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ, ആരാധിക്കാൻ ആവശ്യം ദൈവത്തിന്റെ ആത്മാവ്. അല്ലാത്തതൊന്നും ഉണ്ടല്ല ആരാധനയല്ല. ലോകത്ത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ 4 വിധത്തിലുള്ള ആരാധനയുണ്ട്. 4 വിധത്തിലുള്ള ആരാധന. ആ 4 വിധത്തിലുള്ള ആരാധന എന്തൊക്കെയാണ്? 4 വിധത്തിലുള്ള ആരാധന. 4 വിധത്തിലുള്ള ആരാധന. കർമ്മ മാർഗത്തിലൂടെയുള്ള ആരാധന, കർമ്മമാർഗം എന്നുള്ള ആരാധന, കർമ്മമാർഗക്കാരന്റെ ആരാധന. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഈ പ്രവൃത്തിയിൽ കൂടെ അവരുടെ ആരാധനയെ വെളിപ്പെടുത്തുക. പിന്നെ രണ്ടാമത്തെ ആരാധന എന്ന് പറഞ്ഞാൽ വിശ്വാസ മാർഗക്കാരന്റെ ആരാധന. അതാണ് നമ്മുടെ ആരാധന, വിശ്വാസ മാർഗക്കാരൻ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധന. മൂന്നാമതായിട്ടുള്ളത് പിന്മാറ്റക്കാരുടെ ആരാധന. പിന്മാറിപ്പോയവർ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആരാധന ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ആരാധനയല്ല, അവർ ആരാധിക്കുന്നുണ്ട്. നാലാമത്തെ ആരാധന എന്ന് പറയുന്നത് സമ്മിശ്ര ജാതിയുടെ ആരാധന. അപ്പൊ ഈ അതിനെ പറ്റി വിവരിച്ച് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ കർമ്മമാർഗക്കാരന്റെ ആരാധന എന്ന് പറഞ്ഞാൽ ആരെ നമുക്ക് ഓടി മനസ്സിൽ വരുന്നത്? കർമ്മമാർഗക്കാരന്റെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിന്റെ ആരാധനയാണ് കർമ്മമാർഗക്കാരന്റെ ആരാധന. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തിയുടെ ഫലം അവൻ കൊണ്ടുവന്നിട്ട് അവൻ ആരാധിക്കാൻ നോക്കുകയാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല? പ്രസാദിക്കുന്നില്ല. അതാണ് കർമ്മമാർഗക്കാരന്റെ ആരാധന. രണ്ടാമത് ഞാൻ പറഞ്ഞ ആരാധന എന്താണ്? വീണ്ടെടുപ്പുകാരന്റെ ആരാധന അല്ലെങ്കിൽ വിശ്വാസമാർഗക്കാരന്റെ ആരാധന. അതാണ് ഹാബേലിന്റെ ആരാധന, ദൈവം അംഗീകരിച്ചതായ ആരാധന. മൂന്നാമത് ഞാൻ പറഞ്ഞു പിന്മാറ്റക്കാരന്റെ ആരാധന. പിന്മാറ്റക്കാരന്റെ ആരാധന എന്താണ്? ആരാധന ഇസ്രായേൽ ജനം വിഗ്രഹത്തെ ഉണ്ടാക്കി അവർ ആരാധിക്കുകയാണ്. അവർ യഥാർത്ഥ ദൈവത്തെ മറന്നുപോയി, യഥാർത്ഥ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ വിഗ്രഹങ്ങളെ
തുടങ്ങി. അത് പിന്മാറ്റക്കാരന്റെ ആരാധന. നാലാമത്തെ ആരാധന സമ്മിശ്രജാതിയുടെ ആരാധന. ഈ സമ്മിശ്രജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമധേയ ആരാധനയാണ്. അവർ കണ്ടതിനെയും കേട്ടതിനെയും അവിടെയും ഇവിടെയും എല്ലായിടത്തും ആരാധിക്കും. ആരാധന വേദപുസ്തകത്തിൽ ഉദാഹരണം ശമരിയ സ്ത്രീയാണ്. അവൾ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും അവിടെയും ഇവിടെയും ഒക്കെ എന്ത് ചെയ്യുന്നു, ആരാധിച്ചു വരുന്നുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധനക്കാർ 4 വിധത്തിലുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നാം വിശ്വാസക്കാരുടെ, വിശ്വാസമാർഗക്കാരുടെ, വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധനയുടെ ക്രമത്തിൽ നാം വന്നെത്തിയിരിക്കുകയാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകം പലതിനെയും ആരാധിക്കുമ്പോ, ലോകം അറിയാത്തതിനെ ആരാധിക്കുമ്പോ, ലോകം അന്യമായതിനെ ആരാധിക്കുമ്പോ, ലോകം വിഗ്രഹത്തെ ആരാധിക്കുമ്പോ, കണ്ടതിനെയും കേട്ടതിനെയും ആരാധിക്കുമ്പോ, ഈ പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ പകൽക്കാലത്ത് അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തോടെ, അനുഭവത്തോടെ, ആത്മനിലവോടെ ആരാധിക്കുന്ന ദൈവവേദങ്ങളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവാത്മാവ് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ, നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ആരാധനകളിൽ അവൻ മുഴുകി കേൾക്കാറുള്ള ഒരു ശബ്ദമാണ്. അതെ, ഇന്ന് ഈ ദൈവോധനം ശുശ്രൂഷിക്കുവാൻ എന്നെയും ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്തദാസനെയും ആരാധിക്കുവാനായിട്ട് നിങ്ങളെയൊക്കെ കൊണ്ടുവന്നത് ദൈവം തന്നെയാണ്. ദൈവാത്മാവ് തന്നെയാണ് നമ്മെ ഉത്സാഹിപ്പിച്ചത്. സമയമായപ്പോൾ അകത്തെ മനുഷ്യൻ പറയുകയാണ്, ആരാധനയ്ക്ക് സമയം, ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്, വേഗം പോകണം. അത് ആത്മനിയോഗമാണ്. ഇന്ന് അവൻ പകൽക്കാലത്ത് കൊണ്ട് ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലേ, നമുക്ക് ആരാധിപ്പാൻ ആവശ്യം ദൈവാത്മാവാണ്. ദൈവാത്മാവില്ലാത്ത ആരാധനകളൊന്നും ദൈവം പ്രസാദിക്കുന്ന ആരാധനയല്ല. ഈ പകൽക്കാലം അതുകൊണ്ട് ആത്മാവിന്റെ സഹായം ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും കഴിഞ്ഞ നാളുകളെക്കാളും ഒരു ആത്മാവിന്റെ ആരാധനയുടെ ഒരു പുതു അനുഭവം നമ്മുടെ ദൈവസഭയിൽ നമ്മുടെ ദൈവമക്കൾക്ക് ഉണ്ടാകുക. ആരാധനയുടെ ചലനങ്ങൾ ദേശത്ത് സംഭവിക്കേണ്ടതിന്, ആരാധനയിലൂടെയുള്ള വിടുതലുകൾ ദേശത്ത് സംഭവിക്കേണ്ടതിന്, ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്, ആരാധിക്കുമ്പോൾ ബന്ധനങ്ങൾ അണിയും, ആരാധിക്കുമ്പോൾ ദേശത്തിന്റെ ദേശാധിപതി ആരാധിക്കുന്നവരെ കീഴിൽ കീഴടങ്ങുവാനിടയാകും. ഈ പകൽക്കാലം ആരാധിപ്പാൻ ദൈവത്തെ വിടാതെ പിടിച്ചു കെട്ടുന്നതായ അന്ധകാരത്തിന്റെ പോരുകൾ, പരമോന്നത ശക്തികൾ, ദേശത്തിന്റെ വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അടിയറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചവാക്യത്തിലേക്ക് പറയുക, ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന പേര്. പ്രൈസ് ദി ലോർഡ്. ശേത്ത് എന്ന പേരിന്റെ അർത്ഥം സ്ഥാപകൻ എന്നാണ്. സ്ഥാപകൻ, എസ്റ്റാബ്ലിഷർ. പ്രൈസ് ദി ലോർഡ്. ബിൽഡർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവൻ സ്ഥാപിക്കുന്നവൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ചു, അവർക്ക് കയ്യിലും ഹാബേലും ജനിച്ചു. ഹാബേലിന് പകരം ദൈവം കൊടുത്ത മകനാണ് ആര്? ശേത്ത്. ശേത്തിന് ഒരു മകൻ ജനിച്ചു. അപ്പോ 4ാം തലമുറയിൽ എത്തിയിരിക്കുന്നു. ആദാം, കയ്യിന്, ശേത്ത്, ഏനോസ്. ഹല്ലേലൂയ. അങ്ങനെ ഈ തലമുറ വരെ അതിന് മുമ്പുള്ളവർ എന്ത് ചെയ്തില്ല? ആരാധിച്ചതെന്നാണ്. ശേത്തിനേക്കാളും ഏനോസിനേക്കാളും ഒക്കെ വ്യക്തമായിട്ട് ദൈവത്തെ ആർക്കറിയാം? ആദാമിനറിയാം, കയ്യിനറിയാം, ഹൗവയ്ക്കറിയാം, ശേത്തിന് ഹാബേലിനറിയാം. പക്ഷേ അവരാരും ആരാധന തുടങ്ങിയതായിട്ടോ ആരാധിച്ചതായിട്ടോ പറയുന്നില്ല. ശേത്തിന്റെ കാലത്ത് അവന് ഏനോസ് ജനിച്ചപ്പോ ആരാധന, ആ കാലത്തെ നാമത്തിലുള്ള ആരാധന. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? യഹോവയുടെ നാമമല്ലാതെ
വിഹിതമല്ലാത്ത യഹോവയുടെ നാമമല്ലാതെ ഉച്ചരിക്കുന്ന നാമം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓരോന്നായി നിർത്തി പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? ദൈവാത്മാവ് ആവശ്യമാണ്. പക്ഷേ ആരാധനയുടെ തുടക്കം ക്ഷേത്രത്തിന്റെയോ ഏനോഷിന്റെ കാലത്ത്, ആ കാലത്ത് ഭൂമിയിൽ ആരാധന തുടങ്ങി. പക്ഷേ ആരാധനയുടെ ഉൽപ്പത്തി, ആരാധനയുടെ തുടക്കം എവിടെയാണ്? ആരാധനയുടെ തുടക്കം ആദാമിലല്ല. ആരാധനയുടെ തുടക്കം വഴിപാട് കഴിക്കാൻ പോയ ഹാബേലിൽ നിന്നല്ല തുടങ്ങിയത്. ആരാധനയുടെ തുടക്കം ക്ഷേത്രത്തിലോ ഏനോഷിലോ അല്ല തുടങ്ങിയത്. ആരാധനയുടെ തുടക്കം സ്വർഗ്ഗത്തിലാണ്. ആരാധനയുടെ തുടക്കം സ്വർഗ്ഗത്തിൽ എന്ന് പറയുവാൻ കാരണമുണ്ട്. ആരാണ് സ്വർഗ്ഗത്തിൽ ആരാധിക്കുന്നത്? ദൂതന്മാർ അവരുടെ ചിറക് വിടർത്തുമ്പോൾ തന്നെ സംഗീതത്തിന്റെ സപ്തസ്വരങ്ങൾ, ഇമ്പമാർന്ന ഗാനങ്ങൾ അവിടെ മുഴങ്ങി കേൾക്കുമായിരുന്നു. ദൂതന്മാരുടെ ആരാധനയിൽ ആകൃഷ്ടനായി സംതൃപ്തനായിരുന്ന ദൈവം ഒരിക്കൽ ദൂതൻ തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന്റെ മുകളിൽ കയറി സിംഹാസനം പണിയുമെന്ന് അവൻ മനസ്സിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ. ദൈവം അവനെ എന്ത് ചെയ്യും? വെട്ടി താഴെ. പിശാചിന് എപ്പോഴും നോട്ടം ആരെന്നറിയാമോ? ആരാധിക്കുന്ന ദൈവം. ഇതെല്ലാം നോട്ടം. ഒന്ന് നന്നായിട്ട് ആലോചിച്ചു. ഇന്ന് പകലൊന്ന് നന്നായിട്ട് ആരാധിച്ചിട്ട് ഉച്ചയ്ക്ക് വീട്ടിലൊന്ന് മടങ്ങി പോയേ, ഒരിക്കലും ഒരു കുസൃതി കാണിക്കേണ്ട മകൻ കുസൃതി, അല്ലെങ്കിൽ കണ്ണത് പിടിച്ചതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം. നന്നായിട്ട് ആരാധിക്കുമോ എന്റെ പിന്നാലെ ആരുണ്ട്? മുകളിലുള്ള പിശാചിന്റെ മനസ്സിൽ പോലും ദൂതന്റെ മനസ്സിൽ പോലും എന്ത് ചിന്തിപ്പിച്ചു? ദൈവത്തിന്റെ മുന്നിൽ സിംഹാസനം പണിയണം. വെട്ടേറ്റ് താഴെ വീണു. സ്വർഗം ഇപ്പോൾ നിശ്ചലമാണ്. എന്താ കാരണം? ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തവൻ വെട്ടേറ്റ് വീണു. അപ്പൊ ദൈവം ആഗ്രഹിക്കുകയാണ് എന്ത് ചെയ്യാം? ആരാധിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞു ദൈവാത്മാവ് നമുക്ക് ആവശ്യം. അപ്പോ ദൂതം വെട്ടേറ്റ് വീണപ്പോ കാണാൻ ആത്മാവ് തനിയായി, അവൻ പിശാചുമായി. ഇപ്പൊ ഈ ആത്മാവ് ദൈവത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. ദൈവം അപ്പൊ പദ്ധതി തീരുമാനിച്ചു. എന്ത് ചെയ്യും? ഞാനൊരു പുതിയ പദ്ധതി ആവിഷ്കരിക്കാൻ പോവുകയാണ്. ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. പക്ഷേ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോ ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ പറയാം, ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. ദൈവം പുതിയ ചില കാര്യങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ദൈവ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഭവനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ദൈവം ഒരു പുതിയ പദ്ധതി സ്വർഗോന്നതങ്ങളിൽ ആവിഷ്കരിക്കുവാനിടയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം ചിന്തിച്ചിട്ട് ആ പ്രവർത്തിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ സേനയെ വിളിച്ചു കൊണ്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? വരും, നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ദൈവാത്മാവാണ് നമുക്ക് ആരാധനയ്ക്ക് ആവശ്യം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ കൂടെ ഇരിക്കുക. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? ഭൂമിയെ സൃഷ്ടിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചു. 1-ാം അധ്യായം ജനസിസ് 31 വായിക്കുന്നത് കാണുന്നത്, ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് അടുത്തെന്താ പറയുന്നത്? ഭൂമി പാഴും ശൂന്യമായിരുന്നു. അടുത്ത വാക്യം, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു. അപ്പൊ ആരാധന എന്ന് പറയുന്നത് ആത്മാവിന്റെ പരിവർത്തനമാണ്. ആത്മാവിന്റെ പരിവർത്തനം നമ്മെ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ആത്മനിറവോടെ നമ്മൾ ആരാധിക്കാൻ തയ്യാറാകണം. ഇന്ന് ആത്മാവ് വെള്ളത്തിന്റെ മീതെ ഇങ്ങനെ പരിവർത്തിക്കുകയാണ്. വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കുന്ന ആത്മാവിനെ ദൈവം ഇങ്ങനെ നോക്കിയപ്പോൾ കാണാം, തിരകൾ ഉയരുന്നു. നല്ല ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വെള്ളം ഇങ്ങനെ തിളച്ചു മറിയുമ്പോൾ ആത്മാവിന്റെ പരിവർത്തനം കൊണ്ട് വെള്ളത്തിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. വെള്ളത്തിൽ ആത്മാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ്. ഇന്നും ദൈവസഭകളിൽ ചിലർക്കൊക്കെ മീതെ കൂടെയുള്ള
ആത്മപരിവർത്തനമാണ്. എന്താണ് മീതെ കൂടെയുള്ള ഈ പുറമോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താണ്? വെള്ളത്തിൽ കൂട്ടത്തില് കേട്ടിട്ടില്ല നിങ്ങൾ ഉള്ളവരുണ്ടെന്ന് അല്ലെ? വെള്ളത്തിൽ കൂട്ടത്തിൽ ഇന്ന് ക്രിസ്തീയ കോളങ്ങളിലൊക്കെ ഇതൊക്കെ സർവ്വസാധാരണമാണ്. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ കൂട്ടും പോലെയുള്ള ജീവിതം. അപ്പൊ ഇവിടെ വെള്ളത്തിന്റെ വീട് എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നാം ദിവസമായി ഇതെല്ലാം ഒന്നാം ദിവസം നടക്കുന്ന കാര്യമാണ്. സന്ധ്യാവിശ്വസമായി ഒന്നാം ദിവസം അടുത്ത് ഈ വെള്ളത്തിൽ ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. രണ്ടാം ദിവസം ദൈവം വിചാരിച്ചു ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, വെളിച്ചങ്ങളൊക്കെ ഉണ്ടാക്കുകയും. മൂന്നാം ദിവസമായി, നാലാം ദിവസമായി, അഞ്ചാം ദിവസമായി, ആറാം ദിവസം രാവിലെ ദൈവം തമ്പുരാനിങ്ങനെ ഇരിക്കുക, ഇന്ന് എന്ത് ചെയ്യാം. അന്നാണ് ദൈവം തമ്പുരാൻ തന്റെ സേനകളോട് കൂട്ടരോട് പറയുകയാണ്, നമ്മളെല്ലാം ചെയ്തു കേട്ടോ, പക്ഷെ ഇന്ന് നമ്മൾ ഇവിടം വിട്ട് ആ ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോകും. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അങ്ങനെ അവൻ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് നിലത്തെ പൊടി കൊണ്ട് എന്ത് ചെയ്യാണ്? മനുഷ്യനെ ഉണ്ടാക്കുക. അതൊക്കെ അതുവരെ നമുക്കറിയാം. 2-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന കുറച്ച് കുട്ടികൾ സഹിതം എന്തുണ്ടാക്കാൻ അറിയാം? കുറച്ച് മണ്ണും വെള്ളമൊക്കെ തന്നു കഴിഞ്ഞാൽ കുഴച്ച് നമ്മള് ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെ? കണ്ണ്, മൂക്ക്, വാ, തല അല്ലെ, ഉടനെല്ലാം കൊണ്ട് നമ്മളൊരു മനുഷ്യ രൂപം സൃഷ്ടിക്കാൻ പറഞ്ഞാൽ, ഒരു ബിംബം പോലെ ഒരു രൂപം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും കൊണ്ടും കഴിയും. പക്ഷെ ഇന്ന് വരെ ഈ രൂപം മണ്ണിൽ നിന്നുണ്ടാക്കിയിട്ട് ഒരു മനുഷ്യൻ ആ ഉണ്ടാക്കിയ രൂപത്തെ ജീവിപ്പിച്ചതായിട്ടൊരു ചരിത്രം ലോകത്ത് ഇല്ല. അങ്ങനെ ചരിത്രം ഉണ്ടായിരുന്നെങ്കിൽ വന്ന വഴിക്ക് ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു. അവരൊക്കെ ഒരു കായും കാറ്റയൊക്കെ എനിക്കും പറയുമായിരുന്നു. ഇന്ന് മനുഷ്യൻ ഉണ്ടാക്കിയതിന് ജീവനില്ല. ജീവനുള്ള മനുഷ്യൻ ജീവനില്ലാത്തതിനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുമ്പ് കുമ്പിടുകയും. പക്ഷേ ദൈവം നമ്മളെ ജീവനുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചത്. അവനും ജീവനുണ്ട്, അവന്റെ ജീവൻ നമ്മിലും ആയിരിക്കും. അപ്പോ മനുഷ്യനെ ഇങ്ങനെ ഉണ്ടാക്കി നിരന്ന് കിടത്തിയിട്ട് അവന്റെ മൂക്കിൽ ദൈവം എന്ത് ചെയ്തു? ജീവശ്വാസം ഊതി. ഇനി ഞാൻ മുന്നിലേക്ക് വരാം. ഒന്ന്, ആരാധിക്കാൻ ദൈവാത്മാവ് ആവശ്യം. ആത്മാവിന്റെ പരിവർത്തനമാണ് ആരാധന. അങ്ങനെയെങ്കിൽ നീണ്ട 5 ദിവസം ഈ ആത്മാവ് എവിടെയായിരുന്നു? വെള്ളത്തിലായിരുന്നു. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ആരായിത്തീർന്നു? ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു, ജീവാത്മാവുള്ളവനായിട്ട് തീർന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ വാക്യം എന്താണ്? വെള്ളത്തിന്റെ മീതെ. ഇപ്പോ വെള്ളത്തിന്റെ മീതെ ഇരുന്ന ദൈവാത്മാവിനെ ദൈവം അവിടെ നിന്ന് വേർതിരിച്ച് മനുഷ്യന്റെ ഉള്ളത്തിലേക്ക് പകർന്നു കൊടുക്കുവാനിടയായി. നമ്മുടെ ആരാധന മീതെയുള്ള പരിവർത്തനമല്ല. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അകത്തു നിന്ന് ആത്മാവിന്റെ ആഴങ്ങൾ വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതാണ് ആരാധന. അല്ലാതെയുള്ളതല്ല. ആരാധനയുടെ വാക്യപ്രകടനങ്ങളാണ്. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ആത്മാവ് ഉള്ളിൽ കയറുമ്പോൾ പുറത്തേക്ക് വരുന്നതാണ് യഥാർത്ഥമായ ആത്മീയ ആരാധന എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തുതിമഹത്വം കൊടുക്കാം. അപ്പൊ ദൈവാത്മാവ് അകത്ത് കയറുമ്പോ പുറത്തേക്ക് വരുന്നതാണ് യഥാർത്ഥമായ ആരാധന. ആത്മാവ് ഉള്ളിൽ ഇങ്ങനെ ഇടിച്ചു കയറുമ്പോ, ദൈവാത്മാവ് അകത്ത് പരിവർത്തിക്കുമ്പോ അതിന്റെ പ്രകടനമാണ് ആരാധന. ഹല്ലേലൂയ. ആത്മാവില്ലാത്തതൊന്നും ആരാധനയല്ല. അവയെല്ലാം ചത്ത ആരാധനയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ നിർജീവമായി പോയ മേഖലകൾ, ആത്മീയമായി ഉറങ്ങിക്കിടക്കുന്ന മേഖലകളിൽ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുക ഒരു തട്ടി ഉണർത്തൽ ആവശ്യമാണ്. ലേഖനത്തിൽ പറയുന്നത് പോലെ, അതുകൊണ്ട് ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്. അതെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇവിടെ ശക്തമായി ഇടപെടുന്നുണ്ട്. നമ്മുടെ ആത്മാവിനെ അത് പിടിച്ചു കുലുക്കുന്നുണ്ട്. നമുക്ക് ദൈവാത്മാവിന് വേണ്ടിയിട്ട്
ദൈവാത്മാവിന്റെ നിയോഗത്തിന് വേണ്ടി അവയെ ഈ പകൽക്കാലം വിട്ടുകൊടുക്കുക. Praise the Lord. അപ്പൊ ഇപ്പൊ മനുഷ്യന്റെ മൂക്കിനകത്ത് കൂടെ ജീവശ്വാസം എന്ത് ചെയ്തു? ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ അവൻ ആരല്ല, സ്വരൂപമല്ല, വെറും സാദൃശ്യമല്ല, ഇപ്പൊ ജീവനുള്ള രൂപവും ജീവനുള്ള സാദൃശ്യവും. അവൻ എഴുന്നേറ്റു. അവനെ ദൈവം എന്ത് ചെയ്യണം? കൈക്ക് പിടിച്ച് അവനോട് പറഞ്ഞു, വാ അതമേ എന്റെ കൂടെ വാ, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് ഉണ്ടാകും. അപ്പോ അത് പോയിന്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ആരാധിക്കാൻ എന്താവശ്യം? ദൈവാത്മാവ് ആവശ്യം. രണ്ട്, അവൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയും ആദാമിനെ ദൈവം കൈക്ക് പിടിച്ചുകൊണ്ട് എവിടെ കൊണ്ടുപോയി? ഒരു തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഏതൻ തോട്ടം ഉണ്ടാക്കി ആ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയും അവൻ വിളിച്ചല്ലോ. അവൻ 6-ാം അധ്യായം വരെ എനിക്ക് വന്നെത്തണമെന്നാണ് എന്റെ ആഗ്രഹം. സമയം അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അത് ഞാൻ വേഗത്തിൽ പോകാം. അപ്പൊ ഇവനെ കൂട്ടിക്കൊണ്ട് തോട്ടത്തിനകത്തേക്ക് വരികയും തോട്ടത്തിനകത്തേക്ക് വന്നിട്ട് എല്ലാം കാഴ്ച കൊടുത്ത് പറഞ്ഞു, ഇന്നു മുതൽ ഈ തോട്ടത്തെ നിന്റെ കയ്യിൽ ഞാൻ പരമേൽപ്പിക്കുകയും തോട്ടത്തെ നിന്റെ കയ്യിൽ പരമേൽപ്പിക്കുകയും. വാക്യം വായിച്ചു പോകാൻ സമയം ഞാൻ പറഞ്ഞു പോകാം. അവരോട് പറഞ്ഞു, ഈ തോട്ടത്തെ കാക്കുകയും തോട്ടത്തിൽ വേല ചെയ്യുകയും വേണം. അപ്പം അവൻ വിളിച്ചല്ലോ. ആരാധന എന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് ഒരു വർക്കാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വർക്ക് ഈസ് വർഷിപ്പ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ ആരാധന ഉണ്ടെന്നാണ് ആ ഒരു ഇംഗ്ലീഷ് ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആദാമിനെ ദൈവം എന്ത് ചെയ്തു? തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു. അവിടെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, നീ തോട്ടം കാക്കുകയും തോട്ടത്തിൽ വേല ചെയ്യുകയും ചെയ്യണം. ഇന്ന് തോട്ടത്തിൽ വേല ഇറക്കുന്നവരെ ഉള്ളൂ, യഥാർത്ഥമായി വേല ചെയ്യുന്നവരെ കണ്ടെത്താൻ പ്രയാസമാണ്. അപ്പൊ ആദാമിനെ കൂട്ടിക്കൊണ്ട് തോട്ടത്തിൽ പോയിട്ട് ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒന്ന്, ആരാധിക്കാൻ ആത്മാവ് ആവശ്യമാണ്. രണ്ട്, ആരാധിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ്. ഈ നമ്മള് ദൈവദാസൻ നമുക്കൊക്കെ പരിചയം. നമ്മൾ സുവിശേഷം പറഞ്ഞൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പോകാറുണ്ട്, ട്രാക്ട് കൊടുക്കാനും പരസ്യമൊക്കെ നടത്താൻ പോകാറുണ്ട്. അപ്പൊ ഈ വീടുകൾ വിശ്വാസികളല്ലാത്ത അക്രൈസ്തവരായ അല്ലെങ്കിൽ നാമധേയരായ വീട്ടിലേക്ക് കയറി ചെന്ന് ട്രാക്ട് കൊടുക്കുകയും സുവിശേഷം പറയുകയും അവസാനം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നെങ്കിൽ അവർക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ പറയുന്നത്, നമുക്ക് തൊട്ടടുത്തുണ്ട് ഒരു ദൈവാലയമുണ്ട്, നിങ്ങൾ അവിടെ ആരാധനയ്ക്ക് ദൈവമെങ്കിലും എന്ത് ചെയ്യണം? വരണം. അപ്പൊ ചിലർ പറയാറുള്ള ഒരു മറുപടിയുണ്ട്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അമ്മ അങ്ങനെ പള്ളിയിലൊന്നും പോകാറൊന്നും ഇല്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈ ദൈവം നമ്മൾ അങ്ങനെ പറഞ്ഞ ചിലരൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ദൈവദാസന്മാരൊക്കെ പണ്ട് ആരൊക്കെയോ സുവിശേഷം പറഞ്ഞ് ട്രാക്ടറൊക്കെ കൊണ്ടുവന്നപ്പോൾ രക്ഷിക്കപ്പെട്ടവരാ നമ്മളൊക്കെ. അല്ലെങ്കിൽ ഒരു രോഗത്തിന് പ്രാർത്ഥിച്ച് സൗഖ്യമായപ്പോ ആലയത്തിൽ കയറിയതാ. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പക്ഷെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും, കേൾക്കും. ശാന്തസ്ഥലത്ത് എവിടെയായിരുന്ന ആര് 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ആയവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നല്ല ദൈവവചനം ആണല്ലോ. അപ്പൊ ദൈവം എവിടെ ഇരുന്നാലും കേൾക്കും. പക്ഷേ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ എവിടെ ഇരുന്നോ പ്രാർത്ഥിച്ചോ? നിർജ്ജന പ്രദേശത്ത് പോയി യേശു പ്രാർത്ഥിച്ചു, മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു, തോട്ടത്തിനകത്ത് പോയി പ്രാർത്ഥിച്ചു, മരുഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, അല്ലെ? താഴ്വരയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കടൽക്കരയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, എവിടെയെല്ലാം യേശു പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ എവിടെ ഇരുന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പക്ഷെ ആരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമുക്കൊരു സ്ഥലം ആവശ്യമാണ്. വെറും സ്ഥലമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലം തന്നെ ആരാധനയ്ക്ക് ആവശ്യമാണ്. ഈ മരിയാപുരം ദേശത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് സ്ഥലങ്ങൾ പാരിശൂന്യമായിട്ട് കിടക്കുന്നു, ഒരുപാട് ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലങ്ങൾ. പക്ഷേ ഈ ദൈവസഭ അവിടെ ഒന്നും പണിയപ്പെട്ടില്ല. ഈ ദൈവസഭ ഇവിടെ തന്നെ പണിയപ്പെടണമെന്നുള്ളത് ഈ ദൈവാലയം പണിത ദൈവദാസന്മാരുടെയോ ഈ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ദൈവദാസന്മാരുടെയോ പ്ലാനും പദ്ധതിയുമല്ല. ഇവിടെ ഒരു ദൈവസഭ ഉയരപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഉലക സ്ഥാപനത്തിന് മുൻപിലുള്ള പദ്ധതിയാകൊണ്ട് ഈ ദൈവസഭയുടെ സ്ഥാപിതമായെങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലം ആവശ്യമാണ്.
അപ്പൊ ആദാമിനെ ദൈവം എന്ത് ചെയ്തു? തോട്ടത്തിൽ കൊണ്ടാക്കി. മനോഹരമായ തോട്ടം. ദൈവാലയം എന്ന് പറയുന്നത് ഒരു തോട്ടത്തിന് തുല്യമാണ്. നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവസഭയിൽ അവൻ സഭയുടെ ഉന്നമനത്തിനായിട്ട്, സഭയുടെ വളർച്ചയ്ക്കായിട്ട് പ്രവർത്തിക്കുവാനാണ് നമ്മളെ ഓരോരുത്തരും ദൈവമാക്കി വെച്ചിരിക്കുന്നത്. സഭയെ പൊളിക്കുവാനല്ല, സഭയുടെ കാവലിനെ എടുത്തു കളയുവാനല്ല, സഭയെ സൂക്ഷിക്കുക, സഭയിൽ വേല ചെയ്യുക, സഭയിൽ വിശ്വസ്തരായിരിക്കുക. ഇതിനായിട്ടാണ് ദൈവം നമ്മെ വേർതിരിച്ച സ്ഥലത്ത് കൊണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ജാതീയ പാരമ്പര്യങ്ങളിൽ നിന്ന്, അന്യാരാധനകളിൽ നിന്ന്, ലോകത്തിന്റെ കൈകളിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ദൈവാലയത്തിൽ കൊണ്ടുവന്നത് എന്തിനാണ്? പഴയതുപോലെ വീണ്ടും ജീവിക്കാനാണോ? അല്ല, നമുക്കൊരു പുതിയ ജീവിതം വേണം. അത് ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി. അങ്ങനെയെങ്കിൽ ആദാമിനെ ദൈവം തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നിന്നെ ഞാൻ രണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. നീ ഈ തോട്ടത്തെ കാത്ത് പരിപാലിക്കണം, ഈ തോട്ടത്തിൽ നീ വേല ചെയ്യണം. ദൈവാലയത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? ചലിക്കണം, പ്രവർത്തിക്കണം. ആമെ കൊണ്ടിരുത്തിയ മരപ്പാവകൾ പോലെ എന്ത് ചെയ്തത്? ഒത്തിവെച്ച മരപ്പാവകൾ പോലെ നാം ഇരിക്കുവാൻ പാടില്ല. ഇവിടെ നമ്മോട്ട് പോയാൽ എവിടെ പോയാലും എന്ത് കാണാൻ കഴിയും? തുണിക്കട കാണാൻ കഴിയും. തുണിക്കട. എന്തിനായി തുണിക്കടയുടെ കാര്യം പറഞ്ഞു? തുണിക്കടയിലേക്ക് ചെല്ലുമ്പോൾ തുണിക്കടയുടെ എൻട്രൻസിൽ നമ്മളിങ്ങനെ കയറി പോകാൻ ഇടതും വലതും ഒക്കെ, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ നിൽക്കാം, അല്ലേ? കണ്ടിട്ടില്ലേ? ഉടുപ്പുമിട്ട് പാൻറ്റുമിട്ട് ഒരു ചേർന്ന്, അതിന്റെ അപ്പുറത്ത് പഞ്ഞി തലയിൽ വെച്ചുള്ള ഒരു പെൺകുച്ചി, അതിന്റെ അപ്പുറത്ത് ഒരു യുവതി, ഒരു ഇച്ചിരി വളർന്ന ഒരു 10-20 വയസ്സ് മതിപ്പുള്ള ഒരു യുവതി, ഇപ്പുറത്ത് ടോപ്പും ജീൻസും ഒക്കെ ഇട്ടിട്ട് അടുത്തിപ്പുറത്ത് ഒരു കൊച്ചു പയ്യൻ, അതിന്റെ വലുത് അവർ ഡ്രസ് വിട്ട് നിൽക്കുകയാണ്. അവരെ രാവിലെ സ്റ്റാഫുകൾ വന്ന് എടുത്തു കൊണ്ടുവെക്കും, രാത്രി സ്റ്റാഫുകൾ തന്നെ അടക്കും. എന്ന് വെച്ചാൽ അതിന് ജീവനില്ല. ആ ഡ്രസ്സൊക്കെ ഇട്ട് അവരെ ഇങ്ങനെ പ്രദർശനത്തിനായി വെച്ചിരിക്കും. ഇന്നും ദൈവാലയത്തിൽ ഇതുപോലെ ഉള്ളതുണ്ട്. കൊണ്ടിരുന്ന് കൊണ്ടുപോകും. തന്നെത്താനെ വരുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും എന്നും വരുന്നത് പോലെ തിരിച്ചു പോകും. ആ അനുഭവം മാറണം. 2021 തീരുന്നു, അങ്ങനെ ഇരുന്നു പോയി. ഈ 2022 അത് തന്നെ ശീലിക്കരുത്. അതിനൊരു മാറ്റം വരണം. ഈ വർഷത്തിലൊരു മാറ്റം വരണം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ടത് ഒരു മാറ്റത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുത്താൽ എന്റെ ജീവിതത്തിൽ മാറ്റം വരണം, എന്റെ സഭയിൽ മാറ്റം വരണം, എന്റെ മക്കൾക്ക് മാറ്റം വരണം, എന്റെ ഭവനത്തിൽ മാറ്റം വരണം, എന്റെ ദേശത്ത് മാറ്റം വരണം. എനിക്കൊരു മാറ്റം ഉണ്ടാകണം. ഞാനൊരു പുതിയ സൃഷ്ടിയെ പോലെയാകണം. അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ വർഷം അത് സംഭവിക്കും. ഇത് ആരംഭത്തിൽ തന്നെ സംഭവിക്കുമെന്ന് ദൈവം ഇങ്ങനെ ഒരു ദിവസം അവരുടെ മുമ്പിൽ എല്ലാ ജീവജാലങ്ങളെയും വിളിച്ചു കൂട്ടി പേരിട്ടു. അവസാനം ദൈവം നോക്കിയപ്പോൾ ഇവന് തക്കതായ ഒരു തുണ ഇല്ല. അവന് ആനന്ദത്തിന് വരുത്തിയിട്ട് ദൈവം അവന്റെ ബാല്യയും ഒന്നെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാകുകൊണ്ട് ഞാൻ ഇവർക്ക് നാരി എന്ന് പേർ വിളിക്കും. അപ്പോ ഒറ്റയ്ക്ക് ആരാധിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ ദൈവം എന്ത് ചെയ്തു? ഒരു കൂട്ടിനൊരാളും കൂടെ കൊടുത്തു. വില്യം കേറി എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട മിഷണറി, ഇന്ന് കാണുന്ന സലാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ട് നീണ്ട 16 വർഷങ്ങൾ കൽക്കത്തയുടെ പ്രദേശത്ത് സുവിശേഷം പറഞ്ഞു. വളരെ ത്യാഗം ശ്രദ്ധിച്ചു. മക്കൾ മരിച്ച്, ഭാര്യ മരിച്ച്, വല്ലാത്ത കഷ്ടപ്പാടുകൾ സുവിശേഷത്തിലേക്ക് വേണ്ടി സഹിച്ച അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് വില്യം കേറി. അദ്ദേഹം നീണ്ട 16 വർഷങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു.
പ്രവർത്തിക്കുകയും വേദപുസ്തകത്തെ തർജ്ജമ ചെയ്ത് ഇന്ത്യൻ ഭാഷകളിലേക്ക് അവൻ പഠിച്ച് ത്യാഗം അവൻ പൂർണ്ണമായിട്ട് അവൻ വേദപുസ്തകം അച്ചടിച്ചിറക്കുവാനൊക്കെ അദ്ദേഹത്തിന് ഇടയായിട്ടുണ്ട്. അവൻ 16-ാമത്തെ വർഷത്തിലാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ അവൻ ജലത്തിൽ സ്നാനപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് ഇടയായത്. ഇന്ന് അവൻ പകൽക്കാലം എന്നെ പ്രിയ ദൈവ പൈതലേ, അവൻ തുണയില്ലാതിരിക്കുന്നത് കണ്ടിട്ട് ദൈവം അവൻ തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്ത് തന്നോടൊപ്പം ഇരിപ്പാനും ആ തോട്ടത്തിന്റെ കാവലും തോട്ടത്തിന്റെ വേലയിൽ ഒന്ന് സപ്പോർട്ടീവായിരിക്കുവാൻ അവളെ നിർമ്മിച്ചു വെച്ചിട്ട് എത്ര നാളുകൾ ആദം കാത്തിരിക്കേണ്ടി വന്നു. ഇന്ന് പകൽക്കാലം നാം ഒറ്റയ്ക്കിരിക്കുക ദൈവം അനുവദിക്കുന്നവനല്ല, നാം ഏകരായിരിക്കുക ദൈവം അനുവദിക്കുന്നതല്ല. ദൈവം നമുക്ക് തപ്പതും നല്ലതുമായതിനെ നമ്മോട് കൂട്ടിച്ചേർക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം ദൈവസഭയിലായിരിക്കുന്ന ദൈവവൈദ്യര് എന്റെ ഭർത്താവിന്റെ കൂടെ ആരാധനയ്ക്ക് കടന്നു വരുന്നില്ല, എന്റെ ഭാര്യ കടന്നു വരുന്നില്ല, എന്റെ മക്കൾ കടന്നു വരുന്നില്ല, അവർ താന്തോന്നികളായി ജീവിക്കുന്നു. അവർക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ദൈവമേ, ഇവർക്കൊരു മടങ്ങിവരവ് എന്നാണ് ഉണ്ടാകുന്നത്. ഇവരും എന്റെ കൂടെ ചേർന്ന് ദൈവത്തെ എന്നാണ് ആരാധിക്കുന്നതെന്ന് ചോദിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഈ പകൽക്കാലം നിങ്ങൾക്കുള്ള മറുപടിയാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതും തക്കതുമായതിനെ നിങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ രണ്ടുപേരും കൂടെ ആരാധിച്ച് ഒരു ദിവസം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആരാധിക്കുന്നവരുടെ കുറയാതെ എന്നുണ്ട്. ഒരു ദിവസം തോട്ടത്തിൽ അവിടെ വേലയും ആരാധനയും ഓർക്കുമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന വേളയിൽ അവരുടെ അടുക്കൽ ആര് വന്നു? കൗശലമേറിയ പാമ്പ് വരും. കൗശലമേറിയ പാമ്പ് വന്ന് ഹവ്വയോട് എന്തെയ്യാണ്? സംസാരിക്കുന്നു. എന്താ ചോദിച്ചത്? നിങ്ങൾ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഫലം യാതൊരു ഫലവും എന്തെങ്കിലും തിന്നരുതെന്ന് ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ അവൾ പറഞ്ഞത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുകയോ തൊടുകയോ ചെയ്യരുത്. അപ്പോ പിശാച് പറഞ്ഞ മറുപടി എന്താണ്? ഇത് നിങ്ങൾക്ക് തിന്നുന്നതിന് എന്താ കുഴപ്പം? ഈ നിൽക്കുന്നതെല്ലാം തിന്നാമെങ്കിൽ ഇതും തിന്നാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അവൻ ഒരു വാക്കുകൂടെ ചേർത്ത് പറഞ്ഞു. പിശാച് പറയുക, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ ആരെപ്പോലെയാകും? ദൈവത്തെ പോലെ. എന്ത് മണ്ടത്തരമല്ലേ? നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ ആരെപ്പോലെയാകും? ദൈവത്തെ പോലെ. ഞാൻ ആ ഭാഗമൊക്കെ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് കിട്ടിയതായ രസകരമായ ഉത്തരങ്ങൾ അല്ലെങ്കിൽ പിശാചിനോട് തിരിച്ചു ചോദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക്. അതൊരു കാര്യമാണ്. അവളോട് പിശാച് പറയണം, നിങ്ങൾ എന്ത് ചെയ്യും? തിന്നണം. തിന്നുമ്പോൾ നിങ്ങൾ ആരെപ്പോലെയാകും? ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. അപ്പൊ അവള് അങ്ങനെയാണോ? ദൈവത്തെ പോലെ ആകുന്നു. ശരിയെന്നാ തിന്നേക്കാമെന്ന് പറഞ്ഞാൽ പറിച്ച് തിന്നു. പക്ഷേ അവർക്ക് ചോദിക്കാൻ പറ്റിയ ന്യായമായ ഒരു ചോദ്യവും 1:26 എന്താ പറയുന്നത്? വരുന്ന അവൻ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം ആരുണ്ടാക്കുക? ആരുടെ സാദൃശ്യം? ദൈവത്തിന്റെ സാദൃശ്യം. ആരുടെ സ്വരൂപം? ദൈവത്തിന്റെ. അവൾക്ക് ചിരിച്ചുകൊണ്ട് പിശാചിനെ കളിയാക്കിക്കൊണ്ടൊരു ചോദ്യം. പിശാചേ, എടാ, ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഇരിക്കുന്ന ഞാനിനി ഏത് ദൈവത്തെ പോലെ ആകാനാ? അതല്ല ന്യായമായ ചോദ്യം. ദൈവത്തെ പോലെ ദൈവം സൃഷ്ടിച്ചിട്ട് പിശാച് എന്ന് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പോലെ. ഇനി അടുത്ത വേണമെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നു, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ അവൻ ആ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ തിരിച്ചവർക്ക് പറയാമായിരുന്നു, ആ ദൈവത്തെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്, ഇനി ഞാൻ ഏത് ദൈവത്തെ പോലെ ആകാനാ? പിശാചിന്റെ പ്രലോഭനങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങളെ നാം എന്ത് ചെയ്യണം? ഈ നാളുകളിൽ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇതും അതും ഒരുപോലെ ഇരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഏതാണ് ശരി, ഏതാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുവാൻ ഒരു വിവേചനപരം ഈ അന്ത്യനാളുകളിൽ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറിച്ചു തിന്നു, അവളുടെ കണ്ണു തുറന്നു, അവൾ ദൈവത്തെ പോലെ അല്ലായത്. ദൈവത്തിന്റെ തേജസ് അവളിൽ നിന്ന് ഒരു ഉടുപ്പൂരി വീഴുന്നത് പോലെ ആകെ മാറുകയാണ്. ദൈവ തേജസ് നഷ്ടപ്പെട്ടവൾ ആകെ ഒളിക്കേണ്ടതായ ഗതി വന്നു. അവർ ഹല്ലേലൂയ, അവർ നഗ്നരാണ് എന്ന് തിരിച്ചറിയുന്ന
ഇപ്പൊ തോട്ടത്തിന്റെ നടുവിൽ വൃക്ഷത്തിന്റെ ഇടയിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ വെയിലാറിയപ്പോൾ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യണം? അതുപോലെ സന്ദർശനത്തിന് വരിക. നമ്മുടെ ആരാധനയും നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം ന്യായമായ കൂലി തരുവാൻ ഇറങ്ങി വരുന്നവൻ. അവരുടെ ക്ഷീണം അന്വേഷിപ്പാൻ, അവരന്ന് ചെയ്ത ജോലി കാണുക, അവർക്ക് ന്യായമായ പ്രതിഫലം കൊടുക്കുക ദൈവം തമ്പുരാൻ ഇറങ്ങി വരുമ്പോ ഹല്ലേലൂയ. എന്റെ സങ്കല്പത്തിൽ ഞാൻ പറയാ, എന്ന് ദൈവം തമ്പുരാൻ വന്നാലും അവൻ നടയുടെ വാതിൽക്കൽ അവൻ കാത്തിരിക്കുന്ന ആദമിനെയും ഹവ്വയെയും ദൈവം കാണാറുണ്ട്. പക്ഷെ ഇന്ന് വന്നിട്ട് വാതിൽക്കൽ അടുക്കലെത്തിയിട്ടും സ്വീകരിപ്പാൻ ആദാമും ഹവ്വയും ഇല്ല. ഇന്ന് പകൽക്കാലം എത്രയോ നാളുകളായി നമ്മുടെ ഹൃദയവാതിൽക്കൽ ദൈവം തമ്പുരാൻ വന്ന് കൊണ്ടിട്ടും തുറക്കുവാൻ മനസ്സില്ലാതെ കരുതപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുന്നു, അവനെ പ്രവേശിപ്പാൻ വാതിൽ തുറക്കേണ്ട സമയമായി. അങ്ങോട്ട് പോയി സ്വീകരിക്കുന്നവരെ ഇന്ന് കാണാനില്ല, ഇന്ന് കാണാനില്ല. ദൈവം അവിടെ നിന്ന് വിളിച്ചു, മനുഷ്യ ആദാമേ നീ എവിടെ? അവനെ തിരിച്ച് മറുപടി, ഞാൻ നഗ്നനാകുകൊണ്ട് നിന്റെ ഒച്ച കേട്ടിട്ട് കാലച്ചെടുത്ത് ഞാൻ തോട്ടത്തിന്റെ നടുവിൽ ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അടുത്ത ഒരു മർമ്മം പറയാം. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് എത്ര ദൂരെ പിന്മാറിപ്പോയാലും, നാം എത്ര തന്നെ ദൈവത്തെ മറന്നു ജീവിച്ചാൽ, ദൈവത്തെ അറിഞ്ഞിട്ടാണ് നമ്മൾ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൂരമൊന്നും പോയിട്ടില്ല. നമുക്ക് ഒളിക്കാൻ വേറൊരു സ്ഥലമില്ല. തോട്ടത്തിന്റെ മതില് ജയിലിന്റെ മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പോലെ അത്രേ പൊക്കത്തിലൊന്നും കെട്ടിയല്ല ആ തോട്ടം ഇരിക്കുന്നത്. തോട്ടത്തിന്റെ പുറത്ത് വേണമെങ്കിൽ ആദാമിന് പോകാം, ഹവ്വയ്ക്ക് പോകാം. പക്ഷെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്താൽ പിടിക്കപ്പെട്ടവൻ, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ, ദൈവത്താൽ തോട്ടത്തിനകത്താക്കിയ ആ അനുഭവമുള്ള വ്യക്തിക്ക് ആ തോട്ടം വിട്ട് എത്ര വലിയ തെറ്റ് ചെയ്താലും പോകാൻ സാധ്യമല്ല. കാരണം തോട്ടത്തിലാക്കിയവൻ വന്നല്ലാതെ നിനക്ക് തോട്ടം വിട്ട് പുറത്തു പോകാൻ കഴിയത്തില്ല. ദൈവസഭയിലായിരിക്കുന്ന ദൈവമേ, നീ പാപം ചെയ്തിട്ടും നീ തെറ്റുകൾ ചെയ്തിട്ടും നിന്നിൽ കുറവുകൾ ഉണ്ടായിട്ടും നിന്റെ ദൈവസഭയിൽ നിന്ന് പുറത്തു വിടാതെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. അവൻ നിന്നോട് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം പുറത്തു പോകാൻ ആഗ്രഹിച്ചു. ആദാമും ഹവ്വയും കണ്ണു തുറന്ന് തോട്ടം മുഴുവനും കണ്ടപ്പോൾ ഒളിക്കുവാൻ പല സ്ഥലങ്ങളും അവർ അവരുടെ മനസ്സിൽ തിട്ടപ്പെടുത്തി. പക്ഷേ അവൻ തോട്ടം വിട്ട് പോകാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. അവരുടെ കാല് തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാൻ ചലിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്തിരുന്നുകൊണ്ട് ദൈവസഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച തോട്ടത്തിനകത്ത് വെച്ച് തന്നെ നിന്റെ ശിക്ഷ പ്രഖ്യാപിക്കപ്പെടും. ദൈവസഭയ്ക്ക് പുറത്തു നിന്ന് പണിയുന്നവനെ, വേല വെക്കുന്നവനെ ദൈവം തന്നു. അവൻ ദൈവസഭയ്ക്ക് അകത്തിരുന്ന് വേല വെക്കുന്നവനെ പുറത്തു പോകാൻ സാധ്യമല്ല. ദൈവം വെറുതെ വിടത്തില്ല. ദൈവം വരും. എന്നെയും നിങ്ങളെയും സന്ദർശിക്കുന്ന ഒരു വെയിലാകുന്ന ദിവസമുണ്ട്. അന്നവൻ വരും, പുറത്തുനിന്ന് വിളിക്കും. എവിടെ ഏത് അടിത്തട്ടിൽ ഒളിച്ചിരുന്നാലും വിളിച്ച് പുറത്തു കൊണ്ടുവരും. ആ പ്രശ്നോ ദൈവസഭ എന്ന് പറയുന്നത് ആകെ കുറവുകൾ ഉണർത്തപ്പെടുന്ന സ്ഥലമാണ്. ആകെ പരിവർത്തനം ഉണ്ടാകുന്ന സ്ഥലമാണ്. ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലമാണ്. ദൈവം ഉലാവുന്ന സ്ഥലമാണ്. അതിനകത്ത് കുറ്റം ചെയ്തിട്ട് ഒളിച്ചിരിക്കുവാൻ സാധ്യമല്ല. ഒളിച്ചിരുന്നാൽ വെയിലാറി ഒരു സത്യവരെ ഒളിച്ചിരിക്കാൻ കഴിയും. വിളിച്ചു, ഹല്ലേലൂയ. അവർ പറയുന്നത് ഒളിച്ചിരിക്കും, ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ കൊണ്ട് കാണട്ടെ. വന്നപ്പോ കാണാൻ നഗ്നരാണ്. വെറും നഗ്നർ മാത്രമല്ല, നഗ്നരെന്ന് അറിഞ്ഞിട്ട് അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? അത്തിയില കൂട്ടി തുന്നി അവർക്ക് അരയാടകൾ ഉണ്ടാക്കി. ഉണ്ടാക്കി അരയാടം ഉണ്ടാക്കി.
നഗ്നത മറയ്ക്കുകയും ഇന്ന് പകലിൽ ചെയ്ത പാപത്തെ ഇരുമ്പ് കൂടുണ്ടാക്കി മറയ്ക്കാൻ നോക്കിയാലും ദൈവത്തിന് അത് മറവല്ല. ആഴക്കടലിന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചാൽ വിചാരിച്ചാൽ അവിടെയും ദൈവത്തിന്റെ കണ്ണ് വരുന്നു. ഇവരിങ്ങനെ അറിയാതെ കൊണ്ടാക്കി കൊടുത്ത് ഇരിക്കുകയും വന്ന് നിന്നപ്പോ കാണാൻ കൊള്ളാം, ദൈവത്തിന് ചിരി വരുന്നുണ്ട്. നല്ല പരിപാടിയാണല്ലോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൊച്ചുപിള്ളേർ ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഇത് മാത്രമേ അറിയത്തുള്ളൂ, ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ അറിയത്തുള്ളൂ. നമ്മുടെയൊക്കെ പ്രായം, ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ മുതിർന്നവരുടെ പ്രായത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ചേട്ട വെച്ച് അനിയും കറിയും ഉണ്ടാക്കി കളിക്കും. പിന്നെ കണ്ട ചേമ്പും തണ്ടും അതൊക്കെ അരിഞ്ഞൊക്കെ കറി ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കും. ഇതുപോലെ ആൺപിള്ളേരാണ് ചെയ്യുന്നത് എന്താണെന്നറിയോ? പ്ലാവല, പഴുത്ത പ്ലാവലയൊക്കെ വീഴുന്നത് പടക്കി അതിനെ ഈർത്തിൽ കൊണ്ട് കൊരുത്ത് എന്തുണ്ടാക്കാറുണ്ട്? കിരീടം ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഞാൻ ഉണ്ടാക്കി വെച്ചത് നമുക്ക് മുതിർന്നവർക്ക് അതറിയാം. പ്ലാവല കൊണ്ട് എന്തുണ്ടാക്കാറുണ്ട്? കിരീടമൊക്കെ ഉണ്ടാക്കി പോലീസുകാരൊക്കെ കളിക്കും അല്ലേ? അപ്പോ അത് നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തേ. ഈ പ്ലാവല കോർത്തിങ്ങൾ തലയെ വെക്കുന്നുണ്ട്. അതുപോലെ അത്തിയിലയും എന്ത് ചെയ്യുന്നു? കൂട്ടി ഒരുത്ത് കൊടുത്തിരിക്കും. ആന്ധ്ര അതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അവിടെ ഒരു തരം ഈ നമ്മുടെ ഇവിടുത്തെ വട്ട ഇല പോലത്തെ വേറൊരു സൈസ് ഇല അവിടെ. ആ ഇലകളെ ഇങ്ങനെ കൂട്ടി അതിനെ പൊരുത്ത് പ്ലേറ്റ് ഉണ്ടാക്കണം. പ്ലേറ്റ് ഊണൊക്കെ കഴിക്കാൻ ഒരു യൂസ് ആൻഡ് ത്രോയാ അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ ഒരു മിഷൻ, സാധാരണ ഒരു മിഷൻ വെച്ച് അതിനെ പ്രസ് ചെയ്ത് അതിന്റെ സൈഡൊക്കെ അറുത്ത് നല്ല പ്ലേറ്റ് പോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ എന്റെ ഓർമ്മയിൽ വരുന്നത്. അപ്പൊ ഈ അത്തിയിലെ കൂട്ടി തിന്നി അവരെന്ത് ചെയ്തു? അരയാളം ഉണ്ടാക്കി. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ തോട്ടിൽ നിന്ന് പുറത്തു പോകണം. അവരെ പുറത്താക്കി. പക്ഷേ അവരുടുത്തിരുന്ന വസ്ത്രത്തോടെ അവരെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് എത്ര അത്തി നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടി വന്നേനെ? നമ്മുടെയൊക്കെ വസ്ത്രം എന്തായിരിക്കും? ഈ പറഞ്ഞ അത്തിയിലെ കൂട്ടി തിന്നി കൊടുത്തിരിക്കുക പോട്ടെ, അന്ന് വെയിലാളിയെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട്, കളറൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ നല്ല നട്ടുച്ച വെയിലത്ത് കൊടുത്തോണ്ടിരുന്നാലോ പിടിച്ചാൽ പപ്പടം പോലെ പൊടിഞ്ഞു പോകും. ഇലയൊക്കെ വെയിൽ കൊണ്ട് നല്ല പൊരിഞ്ഞിരിക്കും അല്ലേ? ആ അവസ്ഥയിലാണ് ദൈവം അവരെ ഇറക്കി വിട്ട് ആ ഒരു പിന്തുടർച്ചയാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോ അത്തിയൊക്കെ ഇപ്പോ വന്നതേയുള്ളൂ. നമ്മുടെ ഇല എന്താണ്? പ്ലാവല, ആഞ്ഞില, തേക്കല അല്ലേ? ഇതൊക്കെ കൂട്ടി തിന്നു കൊടുത്തോണ്ട് നമ്മള് ഇങ്ങനെ നടക്കുമല്ലോ. പക്ഷേ ആ മെമ്പേഴ്സിൽ അവിടെ പറയുന്നത് എങ്ങനെയാണ്? മൂന്നാമത്തെ അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ദൈവത്തിന്റെ അവസാന സൃഷ്ടി ഏതാണ്? തോലുണ്ടാക്കുക. മനുഷ്യൻ തോലുണ്ടാക്കി അവരെ ഉടുപ്പിക്കുകയും അവസാന സൃഷ്ടി മനുഷ്യനാണ്. അടുത്ത് തോലുണ്ടാക്കി അവരെ ഉടുപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവത്തിന്റെ കരങ്ങളാൽ നിർമ്മിതമാണ്. അങ്ങനെ തോലുണ്ടാക്കി അവരെ ഉടുപ്പിച്ച് വെളിയിലാക്കി. ഇപ്പൊ അവർ വെളിയിൽ ഞാനത് അവരെ കുറിവാക്യത്തിൽ പോയി എത്തിയിട്ടില്ല. അപ്പൊ ഇവരെ വെളിയിലാക്കി നാലാമത്തെയായി തുടങ്ങുന്നത് അവര് കുടുംബജീവിതം ആരംഭിക്കുകയും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, അവർക്ക് മക്കളുണ്ടാകും. ഇപ്പൊ അവരൊരു തോട്ടമുണ്ടാക്കി. ആരുണ്ടാക്കി? ആദമും ഹവ്വയും കൂടെ ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിന്റെ പേരവിടെ ഇല്ല. ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായവർക്ക് പുറത്ത് വന്നിട്ട് അവർക്ക് വേണ്ടി ഒരു തോട്ടം ഉണ്ടാക്കി. ആ തോട്ടത്തിനകത്ത് ഇപ്പൊ രണ്ടുപേരും കൂടെ ഉണ്ട്. ആരൊക്കെയാണ്? കയീനും ഹാബേലും. എന്താ ആ തോട്ടത്തിന്റെ പേര്? കുടുംബം എന്ന തോട്ടം. ആ തോട്ടത്തിന്റെ പേരാണ് കുടുംബം എന്ന തോട്ടം. അവർ കുടുംബത്തിലേക്ക് പ്രവേശിച്ചു. കൂട്ടിന് രണ്ടുപേരും കൂടെ ആയി. ആ കുടുംബം എന്ന തോട്ടത്തിനകത്ത് ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും ആരാധന മുടങ്ങിയിട്ടില്ല. അവരെ പുറത്താക്കിയിട്ട് കെരൂബുകളും തോട്ടം കാവൽ ചെയ്യുവാൻ ദൈവം നിർത്തിയിരിക്കുകയാണ്. ആ നിർത്തിയിരിക്കുന്നതിൽ നിന്ന് ഏറെ ദൂരത്ത് പോയി അവർ താമസിക്കുകയാണ്. അവർ കൂടെ നിന്ന് കാണുകയാണ്. അങ്ങോട്ട് പോകാനോ അവിടെ ദർശിക്കുവാനോ അവിടെ ചെന്ന് തേടുവാനോ സാധ്യമല്ലാത്ത വിധത്തിൽ അവർ ഏറെ ദൂരത്ത് കുടുംബമെന്ന തോട്ടം പണിത് വസിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞു മക്കൾ എന്ത് ചെയ്തു? വളർന്നു ബാലന്മാരായി കൗമാരപ്രായത്തിലെത്തിയപ്പോ അറിവ് വെച്ചപ്പോ എന്നും ആദാം ഹവ്വയും പ്രാർത്ഥിക്കും. പാടിയതുപോലെ
പാട്ടൊക്കെ പാടി അവർ ആരാധിച്ചിട്ട് അവർക്ക് അറിയുന്ന ഭാഷയിലൊക്കെ പാടി ആരാധിച്ചിട്ട് അവർ ദൈവത്തെ കുറിച്ച് വിവരിക്കും. ആദാം പറയും, മക്കളെ നോക്കിക്കേ, ആ ദൂരെ അവിടെ കാണുന്ന തോട്ടമില്ലേ, ആ മനോഹര തോട്ടത്തിൽ ആ മിന്നുന്ന വാളുമായി നിൽക്കുന്ന കേട്ടോ, അവിടെയാണ് ഞങ്ങൾ ആദ്യം ആയിരുന്നു. അവിടെ ഇപ്പൊ പോകാനേ പറ്റത്തില്ല. നിന്റെ അമ്മ കാഴ്ച ഒരു തെറ്റ്, അതിന് ഞാനും പങ്കാളിയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തായതാണ്. മക്കളെ അവിടെ പോകാൻ സാധ്യമല്ല. ദൈവം അതിനെ കെട്ടിയടച്ച് സൂക്ഷിക്കുകയാണ്. ഇത് പറയുമ്പോ ഈ മക്കളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും ആ ദൈവത്തെ ഒന്ന് കാണണം, ആ ദൈവത്തെ ഒന്ന് കാണണം. ആരാധിക്കാൻ നീ ഞാൻ ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടോ? ദൈവത്തെ കാണാതെ മടങ്ങി പോകരുത്. ദൈവത്തെ കണ്ടിട്ട് വേണം മടങ്ങി പോകാൻ. ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയും ഞായറാഴ്ച തിരുവത്താഴമുണ്ട്. ഞായറാഴ്ചയുള്ള ശുശ്രൂഷയുടെ അവസാനം ദൈവത്തിന് കൈകൊടുത്തിട്ട് പോകാമെന്ന് ചിന്തിക്കരുത്. ഏത് സമയത്ത് കൃപാസനത്തോട് അടുത്ത് വന്നാൽ ദൈവത്തെ കാണുക, ദൈവത്തിന്റെ തേജസ്സ് പ്രാപിക്കുക, ദൈവത്തെ ഒന്ന് രുചിച്ചറിയുക, ദൈവത്തെ ഒന്ന് അനുഭവിക്കുക. ദൈവസഭ ദൈവമക്കൾ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പോ ഇവർ ഈ കിട്ടി എന്ന് പറയുന്നത് കേട്ട് കേട്ട് ഈ ചെറുപ്പക്കാരൻ പിള്ളേർ വളർന്നപ്പോ ഒരു ദിവസം ഹാബേൽ പറയുകയാണ്, ചേട്ടാ എന്താ എന്താ അതെ ഈ പപ്പയും അമ്മയും കൂടെ പറയുന്ന ദൈവത്തെ നമുക്കൊന്ന് കാണണ്ടേ. അപ്പോ ആദാമും ഹവ്വയും കൂടെ അകത്ത് നിന്ന് കേൾക്കുക. അവര് പറയാണ്, നീ എന്തോ വർത്താനോടാ പറയുന്നത്, ഹാബേലോട് ചോദിക്കുക. അപ്പൊ ഹാബേൽ പറയുകയാണ്, ഇല്ല ഞങ്ങൾക്ക് ആ ദൈവത്തെ കണ്ടേ പറ്റൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ കയ്യിൽ പറഞ്ഞു, നീ കാര്യം പറ, നിന്റെ ഐഡിയ എന്താണെന്ന് ഞാൻ അറിയട്ടെ, ഒന്ന് കേൾക്കട്ടെ, കൊള്ളാമോ നോക്കട്ടെ. അപ്പോ ഹാബേൽ പറയുകയാണ്, എടാ ദൈവത്തെ കാണാൻ പോകുന്നെങ്കിൽ വെറുതെ എങ്ങനെ പോകുന്നത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് ദൈവത്തിന് കൊണ്ടുപോകണം. അപ്പൊ കയ്യിൽ ചോദിച്ച്, എന്ത് കൊണ്ടുപോകാനാണ് നിന്റെ പദ്ധതി? അത് ഞാൻ ആട്ടിടയനാണല്ലോ, എനിക്കുള്ള ആടുകളിൽ നിന്നും നല്ല ഒരു ആടിനെ ഞാൻ എന്ത് ചെയ്യാം, ദൈവത്തിന് മുമ്പാകെ കൊണ്ടുപോകാം. കൊള്ളാം, നല്ല ഐഡിയ. അപ്പൊ ഞാനത് കൊണ്ടുപോകും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞപ്പോ കയ്യിൽ പറഞ്ഞു, എന്തായാലും ഞാൻ കൃഷിക്കാരൻ അല്ലേ, കൃഷിക്കാരൻ, എന്റെ കൃഷിയിൽ നിന്നുള്ള നല്ല കായ്ഫലങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ദൈവത്തിന് വേണ്ടി കൊണ്ടുപോകും. ശരി, രണ്ടുപേരും എഗ്രിയാണ്. എന്ന് പോകാം, താമസിക്കണം, നമുക്ക് ഉടനെ തന്നെ പോകാം. എന്നാ പിന്നെ നമുക്ക് നാളെ ലീവ് എടുക്കാം. നീ വയലിലും പോകണ്ട, ഞാൻ ആട്ടിൻകൂട്ടത്തിലും പോകുന്നില്ല. ശരി, പോകാം, നാളെ പോകാം. രണ്ടുപേരും കൂടെ അപ്പന്റെ ദൈവത്തെ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പനും അമ്മയും അനുഭവിച്ച ആ ദൈവ തേജസ്സ് കാണാൻ, ആ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അവർ ചെന്ന് രണ്ടുപേരും അവരുടെ വസ്തുവകകളൊക്കെ എടുത്തുകൊണ്ട് ഒരു യാഗപീഠമൊക്കെ പണിത് അവരുടെ വഴിപാടുകളെ ഇറക്കി വെക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ രണ്ട് യാഗപീഠമല്ല, ഒരു യാഗപീഠം ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ആരാധിക്കാൻ നമുക്ക് ഐക്യത വേണം, ആരാധിക്കാൻ നമുക്ക് ആത്മാവിലെ ഒരുക്കം വേണം. ഒരുങ്ങി രണ്ടുപേരും കൂടെ വന്ന് യാഗപീഠത്തിൽ വളരെ ഭയത്തോടെ ഭക്തിയോടെ ആരെയും അവൻ ആ യാഗപീഠത്തിൽ വെച്ചു. അവന്റെ കായ്കനികൾ, അവന്റെ നല്ല കൃഷിഫലങ്ങളല്ല അവിടെ വെച്ചിട്ട് അവർ ദൈവസന്നിധിയിൽ കൂപ്പുകൈകളോടെ നിൽക്കുകയാണ്. വളരെ ഭയത്തോടെ നിൽക്കുകയാണ്. നിന്ന് കഴിഞ്ഞപ്പോ കാണാം, ദൈവം ഇറങ്ങി വന്ന് ഹാബേലിനും അവന്റെ വഴിപാടിന് എന്ത് ചെയ്തു, പ്രസാദിച്ചു. അപ്പൊ ഒന്ന്, ദൈവത്തെ ആരാധിക്കാൻ ആത്മാവ് വേണം. രണ്ട്, ദൈവത്തെ ആരാധിക്കാൻ ഇടം, ഒരു സ്ഥലം ആവശ്യമാണ്. അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം. മൂന്ന്, ദൈവത്തെ ആരാധിച്ചാൽ ദൈവപ്രസാദം ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോ ഹാബേലിൽ പ്രസാദിച്ചു, കയ്യിലിൽ പ്രസാദിച്ചു. ഇപ്പൊ ഞാനും പാസ്റ്ററുടെ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടെ ആരാധിക്കുന്നു, ഭയങ്കര ആരാധന, ശക്തമായ ആരാധന. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം, ദൈവം എന്ത് ചെയ്തു, ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നിട്ട് ജോബിൻ പാസ്റ്ററുടെ ആരാധന എന്ത് ചെയ്തു, പ്രസാദിച്ചു. എന്റെ ആരാധന ദൈവം എന്ത് ചെയ്തില്ല, പ്രസാദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ടും ജോബിൻ പാസ്റ്റർ എന്ത് ചെയ്യാൻ പാടില്ല, പുകഴ്ച പ്രാപിപ്പാനോ
നിഗളിക്കാനും എന്റെ ആരാധന എന്റെ ദൈവം പ്രസാദിച്ചത്, അവന്റെ ആരാധന പ്രസാദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കാനും വകയില്ല. ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചപ്പോ കയീൻ എന്ത് ചെയ്തു? ദൈവ ശബ്ദം കേട്ടു. ജോബി പാസ്റ്ററുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചാൽ ആരാധനയിൽ പ്രസാദം കിട്ടാത്ത പ്രവീണാകുന്ന ഞാൻ എന്ത് ചെയ്യണം? ദൈവശബ്ദം കേൾക്കണം. ഇന്ന് നമ്മുടെ ദൈവസഭകളിലൊക്കെ ദൈവശബ്ദം കേൾക്കുന്നവരുടെ എണ്ണം കുറവാണ്. പ്രസാദം പ്രാപിക്കുന്നവർ എന്താഗ്രഹിക്കണം? അടുത്തു നിൽക്കുന്നവൻ ഒന്നില്ലെങ്കിൽ ദൈവപ്രസാദം പ്രാപിക്കണം, അല്ലെങ്കിൽ ഇത് നിമിത്തം ഞാൻ ദൈവപ്രസാദം പ്രാപിച്ചത് നിമിത്തം അവൻ ദൈവശബ്ദം കേൾക്കണം. ഹാബേലിനോട് ദൈവം ഒന്നും സംസാരിച്ചില്ല. അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ട് കയീനോട് ദൈവം സംസാരിക്കുകയാണ്. കയീനെ, നിന്റെ മുഖം കാണുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകത്തില്ലയോ? ഇന്ന് രാവിലെ പകൽക്കാലം എന്റെ പ്രിയ ദൈവമേ, ഞാൻ കടന്നു വന്ന് ആരാധിച്ചു, ഞാൻ അനുഗ്രഹം പ്രാപിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു, ദൈവം എന്നിൽ പ്രസാദിച്ചു. എന്റെ ആരാധന നിമിത്തം അടുത്ത് നിൽക്കുന്നവരോട് ദൈവം സംസാരിക്കുന്നുവെങ്കിൽ അവിടെയാണ് യഥാർത്ഥ ആരാധന വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം പ്രസാദം പ്രാപിക്കുവാൻ കഴിയാതെ കുറവുകളോടെ, തെറ്റുകളോടെ, പാപത്തോടെ നിൽക്കുന്നവൻ എന്റെ ആരാധന നിമിത്തം അവൻ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ ആരാധന. ദൈവം എന്റെ ആരാധനയെ പ്രസാദിച്ചു, അതുകൊണ്ട് ആരാധന എന്റെ ആരാധനയെ ദൈവം പ്രസാദിച്ചുവെങ്കിൽ അടുത്ത് നിൽക്കുന്നവൻ ദൈവശബ്ദം കേൾക്കണം, എങ്കിലേ ആരാധന പൂർത്തിയാകും. ദൈവം സംസാരിക്കുക അല്ലേ? നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം കാണുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഈ കോപം അടക്കാൻ കഴിയുന്നു. അവൻ അതിനെ കടിച്ചമർത്തിക്കൊണ്ട് അന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ വേണ്ടി പോകും. എന്തായാലും അത് ലീവാണ്. പിറ്റേ ദിവസം കയീന് രാത്രി കിടന്നുറങ്ങിയിട്ട് അവന് സമാധാനം, നേരെ ഉറക്കം വരുന്നില്ല. ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ വഴിയുള്ളൂ. അവൻ രാവിലെ എഴുന്നേറ്റ് ഹാബേലിനെ വിളിച്ചു, ഹാബേലേ, ഇന്ന് എന്താ പരിപാടി? ആരാധിക്കുന്നവന്റെ അടുത്ത ദിവസത്തെ ഷെഡ്യൂൾഡ് അറിയുവാൻ മറ്റവരിങ്ങനെ പുറകെ നടക്കുക. ഇന്നലെ ആരാധിച്ചവൻ ഇന്ന് എന്ത് ചെയ്യുമെന്ന് കാണാൻ ഊരാടി സഞ്ചരിക്കുന്നവൻ പുറകെ ഉണ്ട്. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ അടുത്ത ദിവസം നീ എന്ത് ചെയ്യും? അടുത്തും നിന്നെ ആരാധിക്കാൻ കിട്ടുമോ? നീ ആ ആരാധനയിൽ തുടരുമോ? ലഭിച്ച ദൈവാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുമോ എന്നറിയാൻ അവൻ പുറകാലെ നടക്കും, വീഴ്ത്തുവാൻ പുറകാലെ നടക്കും. ഹാബേലിനോട് കയീൻ ചോദിക്കുകയാണ്, നാളെ ഇന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റോട് നമ്മളോട് ചോദിക്കുകയാണ്, ഇന്നത്തെ പരിപാടി? അവൻ പറഞ്ഞു, എന്ത് പരിപാടി? ആടുകൾ മേയ്ക്കണം, എന്റെ സ്ഥിരം ജോലിയിൽ ഞാൻ ഏർപ്പെടുകയാണ്. കയീൻ പറഞ്ഞു, ഇല്ല, ഇന്നൊരു കാര്യമുണ്ട്, നീ എന്നെ ഒന്ന് സഹായിക്കണം. ചേട്ടാ, എന്ത് സഹായമാണ് വേണ്ടത്? ഞാൻ പറയാം, ഒരു കാര്യം ചെയ്യും. നീ അമ്മയോട് ചെന്ന് പറ, ഇന്ന് ആടുകളെ ഒന്നും തൊഴുത്തിൽ നിന്ന് പുറത്തു വിടണ്ട. എന്ത് വിടണ്ട? ആടുകളെ ഒന്നും ഇന്ന് തൊഴുത്തിൽ നിന്ന് എന്ത് ചെയ്യണ്ട? പുറത്തു വിടണ്ട, മേയാനായിട്ട് വിടണ്ട. എന്തുകൊണ്ട്? പിണ്ണാക്കും വെക്കോലുമൊക്കെ ആമ കൊടുക്കേണ്ടതായ ശേഖരിച്ച് വെച്ചിട്ടുള്ളതുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് അമ്മ എന്ത് ചെയ്യണം? അമ്മയും അപ്പയും കൂടെ ആടുകളെയൊക്കെ കൂട്ടിനകത്ത് നിർത്തി പിന്നാടൊക്കെ കൊണ്ട് നോക്കിയാൽ നീ ഇന്ന് ലീവ് എടുക്കണം. ഇന്നലെ ലീവ് എടുത്തത്, ഇന്നൊരു ദിവസം കൂടെ ലീവ് എടുക്കണം. അത് ഇന്നലെ ദൈവത്തെ ആരാധിക്കാനാണ് ഞാൻ ലീവ് എടുത്തത്. ഇന്ന് എനിക്ക് വേണ്ടി ഒരു ലീവ് എടുക്കണേ. പിന്നെ ശരി, പറ. നീ ഇന്ന് വരെ എന്റെ വയല് കണ്ടിട്ടില്ല. ആര്? ഹാബേൽ ഇന്ന് വരെ കയ്യിന്റെ വയല് കണ്ടിട്ടില്ല. അതിലുപരി നീ എന്റെ ജോലി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലിയും എന്റെ വയലും നീ വന്ന് എന്ത് ചെയ്യണം? കാണണം. അതിനാണ് ഞാൻ നിന്നോട്, നീ ഒന്നും ചെയ്യണ്ട. നീ ഒരു ബക്കറ്റ് വെള്ളം കോരി ആ നട്ടിരിക്കുന്ന ചീരയ്ക്ക് ഒഴിക്കുക പോലും വേണ്ട. നീ ഒന്ന് വന്നാ മതി. രണ്ടുപേരും ശരി സമ്മതിച്ചു. അവൻ ലീവ് എടുത്ത് അമ്മയോടൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹാബേൽ എന്ത് ചെയ്യാണ്? കയ്യിന്റെ കൂടെ പോവുകയാണ്. കയ്യിന്റെ കൂടെ പോയ ഹാബേലിന്റെ ജീവിതം, അവരിങ്ങനെ ഒരു തെങ്ങിന്റെ മുട്ടിൽ ഒരു തണലുള്ളവർക്ക് ഇങ്ങനെ ഇരുന്നപ്പോ കാണാൻ
കയ്യിൽ പെട്ടെന്ന് അവൻ ഡ്രസ്സൊക്കെ മാറി പണിത്തുണിയൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ട് അവന്റെ ആയുധങ്ങളും എടുത്തുകൊണ്ട് അവൻ വയലിലേക്ക് ഇറങ്ങി. വയല് കണ്ടപ്പോ ഹാവേന് ഭയങ്കര സന്തോഷം. ഒരു പുൽച്ചെടി പോലുമില്ല, ഒരു കാട്ടുചെടിയൊന്നുമില്ല. വെട്ടി വൃത്തിയാക്കി നല്ലതായിട്ട് കായ്ച്ചു കിടക്കുന്ന കായ്കനികൾ കിടക്കുന്നു. അതെല്ലാം കണ്ട് ഇങ്ങനെ ഹാവേര് നോക്കി. തക്കാളി നോക്കിയപ്പോ പറിച്ചു തിന്നാൻ ആഗ്രഹമില്ല. ആപ്പിള്, ക്യാരറ്റ് എന്ന് വേണ്ട എന്തൊക്കെ ഉള്ളു അതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് ലഭിക്കും. ഒരു 8 മണി തൊട്ട് 10 മണി വരെ അത് വെട്ടിക്കളച്ച് ഭയങ്കര ജോലിയാണ് കയ്യിൽ. ഒരു തുള്ളിക്ക് ഒരു കുടം എന്നുള്ള നിലയ്ക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണക്ക് ഒഴുകുകയും 10 മണിയായപ്പോ കരയ്ക്കൊന്ന് കയറിയിട്ട് പറഞ്ഞു, സഹോദര ഹാവേലേ, നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണം. വെള്ളം കുടിച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോ കയ്യിൽ ചോദിക്കുകയാണ്, ഹാവേലേ, നീ എന്റെ കഷ്ടപ്പാട് കണ്ടോ? ചേട്ടാ കണ്ടു, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇച്ചിരി കട്ടിയാണ്. വെട്ടിക്കളക്കുക എന്ന് പറയുന്നത്, കട്ടകളെ വെച്ച് നിരത്തുക എന്ന് പറയുന്നത് എനിക്ക് പറ്റിയ പരിപാടിയല്ല. ചേട്ടന്റെ കഷ്ടപ്പാട് ഞാൻ കാണുന്നു. എന്നിട്ട് കയ്യിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ അനുജനായ ഹാവേലേ, ഈ 8 മണി തൊട്ട് 10 മണി വരെ 2 മണിക്കൂർ കഷ്ടപ്പെട്ടപ്പോ നിനക്കത് കണ്ട് സഹിക്കുന്നില്ല. ഒരു പുഴുക്കുത്ത് പോലും ഉണ്ടാകാതെ, ഒരു കായ്കനികളിലും ഒരു പ്രാണി പോലും ദർശിക്കാതെ ഞാൻ ഇതിനെ പരിപാലിച്ച് എന്ത് സൂക്ഷ്മതയോടെ ഞാൻ ജോലി ചെയ്യുന്നു അറിയാമോ? എന്നിട്ട് ഇന്നലെ ദൈവത്തെ കാണാൻ ലീവ് എടുത്ത് വന്നിട്ട് ആ ദൈവം എന്നോട് കാണിച്ചത് നിനക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഹാവേല് പറഞ്ഞു, ചേട്ടാ കഷ്ടപ്പെടുന്നു ഉള്ള കാര്യം സത്യമാണ്, നല്ല ഫലങ്ങളാണ് നീ കൊണ്ടുവന്നത്. പക്ഷെ എന്തോ നിന്നിൽ പ്രസാദിക്കുവാൻ ദൈവത്തിനെന്തോ കുറവുകൾ കാണാനിടയായി. അതാണ് ദൈവം ഉണർത്തിച്ചത്. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. അത് നിന്നെ കീഴടക്കുകയല്ല, നീ അതിനെ കീഴടക്കണം. ഇന്ന് പകൽക്കാലം ശക്തമായ ഒരു ആത്മീയ ദൂത് ഞാൻ വിളിച്ചു പറയാം. ആരാധിക്കാൻ വന്ന ദൈവ പൈതലേ, അവൻ നീ പിന്തുടരുന്ന, നിന്നെ പിന്തുടരുന്ന, നിന്നെ വിട്ടുമാറാതെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പാപത്തിന്റെ പ്രവർത്തികളെ ഈ ആരാധനയിൽ നിനക്കൊന്ന് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ഞാൻ ജയിച്ചു. ആരാധനയിൽ പാപം കീഴടങ്ങണം. ആരാധനയിൽ പാപം നമ്മെ കീഴ്പ്പെടുത്തുകയല്ല, പാപത്തെ നമ്മൾ കീഴ്പ്പെടുത്തണം. ഹല്ലേലൂയ. ഏതൊരു കുറവായിരുന്നാലും അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന നിലയിലായിരിക്കണം നമ്മുടെ ആരാധന. എന്ന് വെച്ചാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ തയ്യാറായാൽ അവിടെ ദൈവത്തിന്റെ വിജയം കാണുവാൻ കഴിയും. അവരോട് പറഞ്ഞു, നീ ഇപ്പോൾ തോറ്റവനാണ്. ദൈവം പറയുകയാണ്, കയ്യിലെ നീ പാപത്തിന്റെ കീഴിൽ തോറ്റുപോയി. ആ പാപത്തെ തോൽപ്പിച്ച് നീ ജയിക്കണമെന്ന് പറഞ്ഞ ആലോചന ഏറ്റെടുക്കുവാൻ കയ്യിൽ മനസ്സായില്ല. ഇന്ന് പകൽക്കാലം ദൈവസഭകളിലും ദൈവമക്കളുടെ ഇടയിലും ആ ദൈവാത്മാവ് ശക്തമായി കൊടുക്കുന്ന ദൂതുകളെ ഏറ്റെടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് ജീവിതം അമ്പാടെ പരാജയമായി കൊണ്ടിരിക്കുകയാണ്. ഈ പകൽക്കാലം നമ്മെ ചിലർ പരാജയപ്പെടുത്തുകയല്ല, നാം ചിലതിനെ പരാജയപ്പെടുത്തുന്ന ദൈവശക്തിയെ ഈ പകൽക്കാലം നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കയ്യിന് കഴിവില്ല. കയ്യിൽ അവിടെ വെച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇനി മതി. ഒന്ന് ദൈവസന്നിധി ക്ഷമയൊക്കെ പറഞ്ഞ് ഒരല്പമൊക്കെ കോപമൊക്കെ മാറ്റി മുഖം മാറ്റമൊക്കെ മാറ്റി പ്രാർത്ഥിച്ചു ഒരുങ്ങി നമുക്കിനി ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാം? ദൈവത്തെ കാണാൻ. ആദ്യം പോയത് പ്രസാദിക്കാത്ത ദൈവത്തിന്റെ സന്നിധി വീണ്ടും പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്. കയർക്ക് സംസാരിച്ചു. ആ കയ്യിന് ആദ്യം എന്ത് ചെയ്തു? കൊന്നു. പാപത്തെ കീഴ്പ്പെടുത്തുവാൻ ഏതോ ചെറിയ പാപങ്ങൾ, ഏതോ ചെറിയ സംസാരത്തിൽ വന്നത്, എന്തോ ആവശ്യം കേട്ടത്, എന്തോ ഒരിക്കൽ കോപിച്ചത്, അമ്മയോട് വേണ്ടാത്ത വർത്താനം പറഞ്ഞത്, അപ്പനെ അനുസരിക്കാത്തത്, ഇങ്ങനെയുള്ള ഏതോ ചെറിയ കുറ്റങ്ങളാണ് ദൈവം എന്ത് ചെയ്തത്? കണ്ടത്. പക്ഷേ ഇപ്പൊ ഒരു കാലത്തും അവനെ അംഗീകരിക്കാൻ കഴിയാതെ
ആരാധിച്ച് ദൈവപ്രസാദം നേടിയവനെ അടിച്ചുകൊന്ന് ഒരു പാപം കൂടി അവന്റെ മേൽ ചാർത്തപ്പെടുകയാണ്. ഒന്നോ രണ്ടോ മാർക്ക് 34 മാർക്കുണ്ട് തോറ്റു. ഒരു 35 ഒരു മാർക്കൂടെ നേടിയ ജയിക്കും. അതിന് പകരം 34 കൂടെ കളഞ്ഞു വെച്ച് 0 വാങ്ങി നിൽക്കുന്ന ഒരവസ്ഥ കയ്യേന്റെ ജീവിതത്തിൽ അവനെ ദൈവം ആമൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അവനെ ദൈവം ആമൻ ആട്ടിക്കളയുകയാണ്. ഇന്ന് പകലിൽ ആരാധിക്കുന്നവനെ ലോകം വകവരുത്തിയാലും ആരാധിക്കുന്നവന് വിരോധമായി രക്തബന്ധങ്ങൾ എഴുന്നേറ്റാലും ആരാധിക്കുന്നവന്റെ നിലവിളി നിൽക്കത്തില്ല. ആരാധിക്കുന്നവന്റെ നിലവിളി അവൻ എവിടെയാണോ അവസാനിക്കുക ശത്രു ആഗ്രഹിച്ചത് അവിടെ നിന്ന് ആരാധിക്കുന്നവന്റെ നിലവിളി ദൈവസന്നിധിയിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ആരാധിക്കുവാൻ അനുവദിക്കാതെ രക്തബന്ധങ്ങളോ അവൻ കൂട്ടുകാരോ സമൂഹമോ എതിര് നിന്നാലും ഭാരപ്പെടേണ്ട. നീ അറയിൽ കയറി രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിലവിളിക്കാൻ അവൻ നിന്റെ നിലവിളിക്ക് ഉത്തരവരുവാനിടയാകും. അപ്പൊ പിശാച് സ്വർഗത്തിൽ നിന്ന് ആരാധനയെ ബ്ലോക്ക് ചെയ്യും. അടുത്ത പിശാച് വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാൻ പിശാച് വിചാരിച്ചു ഈ വെള്ളത്തിനകത്ത് ആത്മാവ് പരിവർത്തിച്ച എത്ര ദിവസം, ഇത് എത്ര ദിവസം ഇങ്ങനെ കിടന്ന് ആർത്തരയ്ക്കും എന്ന് പറഞ്ഞ പിശാച് മാറി. രണ്ടാമത് പിശാച് നോക്കിയപ്പോൾ കാണാൻ ആത്മാവിനെ എടുത്ത് മനുഷ്യന്റെ ഉള്ളിലേക്ക് കൊടുത്തു. അവനിക്ക് തോട്ടത്തിനകത്ത് ഭയങ്കര ആരാധനയും ഭയങ്കര ബഹളം. അവനെ പിശാച് ചെയ്തു തള്ളിയിട്ടു. എന്നിട്ട് പിശാചിന്റെ കുടുംബമായി നടക്കുമ്പോഴാണ് ദൈവം തലമുറകളെ എഴുന്നേൽപ്പിച്ചു. ഹാവേൽ ആരാധിക്കുന്ന ഒരു ദൈവഭക്തനായി അവന്റെ പ്രകാരം അവനെ എന്ത് ചെയ്തു വകവരുന്നു. ഇപ്പൊ പിശാച് കൊട്ടി ആഘോഷിക്കുക. അവൻ ആഘോഷിക്കുന്നതിനാ ഇനി ദൈവത്തെ ആരാധിക്കാൻ ആരുണ്ട്, അവിടെ ഇനി ആര് പോവും, അങ്ങനെ കാലം കഴിഞ്ഞ് ആര് വരും അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കഴിഞ്ഞ് ആരും കേട്ടോണ്ടിരിക്കുന്നു. ഹാവേലിന്റെ കാലം കഴിഞ്ഞപ്പോൾ കാണാം പിശാച് ചോദിച്ചു ഇനി അവിടെ ആരുണ്ട്? ആദാമും ഹവ്വയും ഫലം പറിച്ചിരുന്ന പാപം നിലനിൽക്കുന്നു. കയ്യിൽ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് പോയി. ഹാവേൽ തീർന്നു. ഇനി ആരാധന ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല. പിശാച് വിധിയെഴുതിയപ്പോൾ ദൈവം അടുത്ത പദ്ധതി രൂപീകരിച്ചു. എന്താ രൂപീകരിച്ച പദ്ധതി? ദൈവം ഹാവേലിന് പകരം കൊടുത്ത സന്തതിയാണ് ആര്? പ്രസംഗം തുടങ്ങാനായിട്ട് കരങ്ങൾ ഉയർത്തിയുള്ള ദൈവത്തെ തീർന്നില്ല. വൈകുന്നേരം നമുക്ക് ഇതിന്റെ ബാക്കി തുടരാം. അങ്ങനെ ശേത്ത് ജനിച്ചു. ശേത്തിന് ഒരു മകനെ ദൈവം കൊടുത്തു. അവന്റെ പേരെന്താണ്? ഏനോഷ്. ആ കാലത്ത് മകനെ കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? ദൈവസഭ സ്ഥാപിച്ചു. ആ കാലത്തെ കൊണ്ട് നാമത്തിൽ ആരാധന തുടങ്ങി. ഈ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങാൻ കാരണം എന്നറിയാമോ? ഈ ശേത്ത് എന്ന് പറയുന്നത് സ്ഥാപകനാണ്. ഇച്ചിരി ധൈര്യമുള്ളവൻ, പേടിക്കുന്നവരൊന്നും നല്ല ധൈര്യം. ഇദ്ദേഹം സ്ഥാപിച്ച സ്ഥലം ആണ് സഭ. എവിടെയെന്നറിയാമോ? ഒരിക്കലും സഭ ഉയരത്തില്ല, അവിടെ ഒരിക്കലും സഭ പണിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് സഭ പണി. ചരിത്രം പറയുന്നത് ഷീനാർ ദേശത്ത് പോയിട്ടാണ് ക്ഷേത്രം ചെയ്തത്, സഭ പണിത്. എന്തിനാണ് അവർ ഷീനാർ ദേശത്തിൽ ചേർത്തത്? അന്ന് ഒരുപാട് മല്ലന്മാരൊക്കെ ഉണ്ട്. നായാട്ടുവീരനായ നിമ്രോദിന്റെ കാലഘട്ടമായിരുന്നു. നിമ്രോദ് ബാബേൽ ഗോപുരത്തിന്റെ പണിക്ക് പദ്ധതിയും പ്ലാനും ഒരുക്കി. ആ നിമ്രോദിന്റെ കൊട്ടാരം പണിതിങ്ങനെ പൊങ്ങി വരുമ്പോ ജനത്തെ അവൻ കീഴ്പ്പെടുത്തി. ആ കൊട്ടാരം പണിത് ഒരുമിച്ച് നിന്ന് ഐക്യതയോടെ അവർ പണിയുമ്പോ ക്ഷേത്രത്തിൽ ഒരു കാര്യം മനസ്സിലായി. ഇതിനെ ജയിക്കണമെങ്കിൽ ദൈവ നാമം ഉയരപ്പെടണം. ക്ഷേത്രങ്ങൾ ക്ഷീണാദേശത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചപ്പോൾ കാണാം കണ്ണെത്താത്ത പൊക്കത്തില് ഗോപുരം ഉയരുകയും അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ദർശിക്കാൻ കഴിയാത്ത വലിപ്പം മനോഹരമായ രീതിയിൽ പണിതുയർത്തുകയാണ്. ക്ഷേത്രം വിചാരിച്ചു ഞാൻ എന്ത് ചെയ്യാനും ഈ വലിയ കൊട്ടാരത്തോടൊന്നും വെല്ലുവിളി നടത്താനും ഇതിന് സമമായിട്ട് പണിയാനും എന്നെ കൊണ്ട് കഴിയത്തില്ല.
അവൻ ആ ദേശത്തിന്റെ ഹൃദയഭാഗം തിരഞ്ഞെടുത്തു. അവിടെ അവൻ യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ഓരോന്നോരോന്നായി തലമുറകൾ ഏനോശ്, അവൻ മെതുശലേഖ്, അവൻ മഹശേല്, അവൻ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ ആരാധിക്കാൻ കൂടി വന്നു. ഒരുമിച്ച് അവർ ആരാധിക്കുകയാണ്. ഇന്ന് പകലിൽ അവൻ ആലയ ഉയരത്തിൽ നിന്നും ഇവിടെ ഒരു ആരാധന നടക്കത്തില്ലെന്നും ശത്രു വാങ്ങിച്ചെടുത്ത ദൈവം ഒരു സഭയെ പണിതുയർത്തിയെങ്കിൽ ഇതിനകത്ത് ആരാധിക്കാനുള്ളവരെ ഇനിയും ദൈവം കൊണ്ടുവരുമെന്ന് ഈ 2022 ദേശത്തിലെ പ്രമുഖന്മാര്, ദേശത്തിലെ ഉന്നതന്മാര്, ദേശത്തിലെ ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരിക്കലും ആത്മാക്കൾ കടന്നു വരത്തില്ലെന്ന് പ്രതീക്ഷിച്ച ശമരിയിൽ നിന്ന് ആത്മാക്കൾ ദൈവം ആത്മാക്കളെ കൊണ്ട് വരുന്നത് ദൈവജനം ഉള്ളടത്തുന്നല്ല. ദൈവജനത്തിന്റെ ഒരു ആമെ സമ്പർക്കവും ഇല്ലാത്ത ശീലാദേശത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ. ആരാധന തുടങ്ങി. ചുറ്റും വലയം വെച്ചുകൊണ്ട് അതിന്റെ ഹൃദയഭാഗത്ത് യാഗപീഠം പണിതുകൊണ്ട് ദൈവഭക്തൻ ആരാധന തുടങ്ങി. അവനെ സമീപിക്കുവാൻ പിശാചിന് കഴിഞ്ഞില്ല, പിശാചിന് തള്ളിയിടാൻ കഴിഞ്ഞില്ല. അവൻ മരണം കൊണ്ട് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അടുത്ത തലമുറ ഇങ്ങനെ ആരാധിക്കുകയാ. ഓരോരുത്തരുമായിട്ട് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാം. ഭൂമണ്ഡലത്തിൽ ആരാധനയ്ക്ക് വസ്തില്ല. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ കാണാം ഒരു ദിവസം യാരേദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, യാരേദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ മക്കളുണ്ട്, കുടുംബമായിട്ട് ഭയങ്കര ആരാധന, എന്നും സന്ധിച്ച് ഭയങ്കര പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവന്റെ വീടും എന്ത് ചെയ്തു? പിശാച് നോട്ടം. പക്ഷെ നോട്ടം കഴിഞ്ഞ് ഒരു ചുക്കും എന്ത് ചെയ്തില്ല, നടക്കുന്നില്ല. യാരേദ് ശക്തമായ ആരാധന, ശരിക്ക് ആരാധിക്കുക. പക്ഷെ അവനൊരു മോനുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൽ കൂട്ടത്തിൽ പാർക്കും. അങ്ങനെ ഒരു അനുഭവം. അപ്പൊ ആരെ പ്രാർത്ഥിക്കും, സത്യപ്രാർത്ഥനയ്ക്ക് ഒരു ആത്മീയ അനുഭവം ഒന്നും എന്തില്ല, അവനില്ല. അവനിപ്പോ എത്ര വയസ്സായെന്നറിയാമോ? 65 വയസ്സായി. ആ മോൻ എത്ര വയസ്സായി? 65 വയസ്സായി. 65 വയസ്സായ ഒരു ദിവസം അവൻ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ കാണാം യാരേദ് ആത്മനിറവോടെ ദൈവത്തെ ആരാധിക്കുക. ആരായി യാരേദ്? ഹാനോക്കിന്റെ അപ്പനാണ് യാരേദ്. ആരാധിക്കുമ്പോ ഹാനോക്കിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എന്റെ തലമുറയായ ഹാനോക്കിന് ദൈവമേ അവൻ അനുഗ്രഹിക്കണമേ, അവനെ നിന്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കണമേ, അവന്റെ മേൽ ആത്മാവ് ഇറങ്ങണമേ. ശക്തമായ പ്രാർത്ഥനയുടെ നടുവിൽ ഹാനോക്കിനെ ദൈവം അങ്ങ് പിടിച്ചു. ദൈവം അവനെ തൊട്ടു. ഇന്ന് പകൽക്കാലം കുടുംബത്തിനകത്ത് ആത്മസമ്മർദ്ദമില്ലാതെ, ദൈവവുമായിട്ട് ബന്ധമില്ലാതെ, പേര് മാത്രം, പുറമേ മാത്രം ദൈവമുണ്ടെന്ന് വരുത്തി തീർന്നു നിൽക്കുന്ന ചില തലമുറകളെ ഇതിനകത്ത് അവർ ഇല്ലെങ്കിലും ഇന്ന് പകലിൽ ദൈവം അവരുടെ നേരിടുകയാണ്. ഈ പറയപ്പെടുന്ന ദൈവവചനത്തിന്റെ സന്ദേശം, ഈ ആത്മീയ ദൂത് ചില തലമുറകളെ തൊടുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തമ്മിൽ ദൈവത്തെ മാറ്റപ്പെടുത്തിയാണ്. ദൈവം അവന് തൊട്ടു. 65 വയസ്സാണ്. അവനും ഉണ്ട് ആമെ ഭാര്യമായ പുത്രികാർക്കുണ്ട്. 65 വയസ്സ് ദൈവം അവൻ എന്ത് ചെയ്തു? തൊട്ടു. തൊട്ട് കഴിഞ്ഞപ്പോ തൊട്ട ദൈവത്തെ അവൻ വിട്ടില്ല, പിടിച്ചൊറ്റപ്പിടി. നീ എന്നെ തൊട്ടിട്ട് അങ്ങനെ പോകാനൊന്നും വിചാരിക്കണം. ഹാബേൽ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ ഹാനോക്ക് ദൈവത്തെ കൂടെ കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചു. ആരാധനയെ അടുത്ത് വെളിപ്പെടുന്നത് ഞാൻ പറഞ്ഞു, ദൈവപ്രസാദം ആരാധനയിൽ ഉണ്ടാകണം. അടുത്ത് ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നതും വസിക്കുന്നതുമായിരിക്കണം. ഹാനോക്ക് 65 വയസ്സ് ദൈവത്തിന്റെ കൂടെ ഇരിക്കുകയും ദൈവവും അവന്റെ കൂടെ ഇരിക്കുകയും എത്ര വർഷം നീണ്ട? 300 വർഷം. 1-2 അല്ല, 300. ഇവിടെ 3 മണിക്കൂർ ആരാധനയ്ക്ക് നമുക്കൊരു 3 മണിക്കൂർ ആരാധനയ്ക്കൊന്ന് കഴിച്ചിരിക്കാൻ കഴിയും. 300 വർഷം ദൈവത്തോടു കൂടെ നടന്നെന്ന് പറഞ്ഞാൽ
അവൻ 300 വർഷം നടത്തി. നമുക്ക് എത്ര ആയുസുണ്ട്? ഏറിയാൽ 70. ഇപ്പൊ അതുമില്ല. 45, 50, 60 എന്ത് ചെയ്യുന്നു? പോവുകയാണ്. അപ്പൊ അവ 80 ബൈബിൾ പ്രകാരം 80 വയസ്സുണ്ടെങ്കിൽ ഈ 80 വയസ്സിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 വയസ്സ് ഇടാം. കാര്യം 65 വയസ്സ് ഹാനോക്കിന് ദൈവം ഫ്രീ ആക്കി വിട്ടോളൂ. നമുക്കൊരു 10 വയസ്സ് ഫ്രീ ആക്കി തരുമെന്ന് വെച്ചോ. ബാക്കി 70 വയസ്സ് വരെ എന്ത് ചെയ്യണം? ദൈവത്തോടുകൂടെ വസിക്കണം. അപ്പൊ ആരാധിക്കുക ദൈവത്തോട് സദാസമയം ഉറങ്ങുമ്പോഴും ആരാധനയ്ക്ക് വരുമ്പോഴും ആരാധിക്കുമ്പോഴും വാഴുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എപ്പോഴും എന്ത് വേണം? ദൈവം കൂടെ വേണം. ആരോഗ്യ ദൈവത്തോട് 300 വർഷം. ഇപ്പൊ അവൻ എത്ര വയസ്സായി? 365 വയസ്സായി. 365 വയസ്സായപ്പോ ദൈവം പറഞ്ഞു, ആരോഗ്യ എനിക്കൊരു അപേക്ഷ, എന്നോട് അപേക്ഷ നടത്തുക. അതെ, നിന്നോട് തന്നെ അപേക്ഷ. ദൈവത്തോട് എന്താ അപേക്ഷയാണ്? അതെ, എത്ര വർഷമായി ഞാൻ നിന്നോട് നടക്കാൻ തുടങ്ങിയിട്ട്? ആരോഗ്യ 300 വർഷം. നീ എന്റെ കൂടെ, ഞാൻ എന്റെ കൂടെ. നീ എവിടെ പോയാൽ ഞാനുണ്ട്, ഞാൻ എവിടെ ഉണ്ടെങ്കിൽ നീ ഉണ്ട്. ശരിയാണല്ലോ? ആ, ശരിയാ. അപ്പൊ ഞാനോട് ദൈവം പറഞ്ഞു, ആരാധിക്കുന്നവൻ ദൈവത്തിന്റെ കൂടെ ഇരിക്കണം, വസിക്കണം. അത് ശരിയല്ല. പക്ഷെ 300 വർഷമായട എനിക്ക് ഞാൻ വന്നിടത്ത് എന്താ നടക്കുന്നത്, അവിടെ എന്തൊക്കെ പരിപാടി നടക്കുമെന്ന് കാണാൻ എനിക്ക് തിരിച്ചു പോകണം. മനസ്സിലായോ? ഭൂമിയിൽ ആരാധിക്കുന്ന ഒരു നല്ല മനസ്സുള്ള ദൈവം 300 വർഷം ഇരുന്നു. നമ്മുടെ കൂടെ ഉണ്ടോ ദൈവം? നമ്മളൊരു കാര്യം വന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചാലും പോകുന്നില്ല, മറ്റൊരാൾക്ക് പ്രാർത്ഥിച്ചാലും കാര്യം പോകുന്നില്ല. പിന്നെ ഡോളോ പാരസെറ്റാമോളോ അതിനെ ഒതുങ്ങിയില്ലെങ്കിൽ പിന്നെ ആശുപത്രി. പിന്നെ ഇപ്പൊ പിന്നെ ഒരു അടുത്ത് നിന്ന് തുണിയാണെങ്കിൽ പേടിയാണ്. അല്ലേ? ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷെ ദൈവം ആനപ്പുറം കൂടെ നിൽക്കി. ഇപ്പൊ 300 വർഷം ദൈവം ചോദിച്ചു, ഞാൻ പോകട്ടെ? ആനപ്പുറം ചോദിക്കണം, ദൈവം ചോദിക്കണം, ഞാൻ പോട്ടെ? ആനപ്പുറത്തെ മുഖം മാറി, വളരെ വിഷമമായി. എന്നെ വിട്ടിട്ട് ദൈവം പോവുകയാണ്. എല്ലാ കൂടും കുടുംബവും എന്റെ സ്വത്തും മണിമകളും എല്ലാം വിട്ട് ഞാൻ നിന്റെ കൂടെ നടക്കാനായിട്ട് നീ എന്നെ തിരഞ്ഞെടുത്ത അന്ന് മുതൽ ഉണ്ടായിട്ട് ഈ 300 വർഷം കഴിഞ്ഞ് നീ പോവുകയാണ്. ആനോക്കിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോ ദൈവത്തിന് അവനോട് മനസ്സിലായി. ദൈവം പറഞ്ഞു, പോയല്ലേ പറ്റത്തുള്ളൂ. ആനോക്ക് പറഞ്ഞു, 300 വർഷം നിന്റെ കൂടെ വിട്ടുതിരിയാതെ നടന്ന എന്നെ വിട്ടിട്ട് നിനക്ക് പോകാൻ തോന്നുന്നുണ്ടോ? എന്നെ കൊണ്ടുപോക്കോ. ദൈവം എടുത്തുകൊണ്ടതിനാൽ അവൻ എന്ത് ചെയ്തു? ഇന്ന് പകലിൽ ആരാധിക്കുന്ന ദൈവ വൈദ്യരെ ഭൂമിയിൽ എന്നെയും നിന്നെയും കർത്താവിന്റെ വരവിന് ശേഷം അന്വേഷിച്ച കണ്ടു കിട്ടാത്ത ഒരു അനുഭവമാണ് ആരാധന. കർത്താവ് ഇന്ന് വന്ന നാളെ ഇവിടെ ചിലതൊക്കെ കാണും. അവൻ നമ്മളെ അന്വേഷിച്ച നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കണ്ടു കിട്ടാൻ പാടില്ല. ദൈവത്തിന്റെ കൂടെ എടുക്കപ്പെടണം. അതാണ് ആരാധന. ദൈവത്തിന്റെ കൂടെ നടന്ന് ദൈവത്തിന്റെ കൂടെ എടുക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ആരാധനയിൽ. ഇന്ന് പലരും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ആ ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് അങ്ങയോട് കൂടെ വസിക്കണം, അങ്ങ് എന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുത്, എന്നെ ഉപേക്ഷിക്കല്ലേ, അങ്ങനെ വരവെങ്കിൽ എന്നെ കൂടെ ചേർത്തു പോകണമേ. എന്താ കാര്യം? ഒരുത്തൻ ഉണ്ടായിരുന്നു, നന്നായിട്ട് ആരാധിക്കുന്ന ഒരുത്തൻ. അവന്റെ കൂടെ ദൈവമുണ്ട്. അവനെ സമീപിക്കാനോ അവനെ തൊടാനോ അവനെ ദർശിക്കാനോ പിശാചിനെ കഴിഞ്ഞു. എന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ എന്റെ പിശാചിനെ കാണാനോ തൊടാനോ ഇപ്പൊ ഹാനോക്ക് ആരാധിച്ച് ഹാനോക്കിനെ തൊടാൻ പിശാചിന് കഴിഞ്ഞില്ല. ഹാനോക്കിനെ ദൈവം എന്ത് ചെയ്തു? തോന്നുന്നു. ഇപ്പൊ എന്താ കാര്യം? ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കാണാതായാലും വട്ടമുഖം, വെളുത്ത നിറം, ആമ പോയപ്പോ പച്ച ഷർട്ടിട്ടിരുന്നു, ആമ 5 അടി പൊക്കം, ഇത്ര ആമയിച്ചു വണ്ണമുള്ള എന്റെ ഭർത്താവിനെ കാണാൻ എന്റെ കണ്ടിട്ട് ഈ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഹാനോക്കിനെ കുറിച്ച് ഒരു വാർത്ത കൊടുക്കാൻ കുടുംബം തയ്യാറായില്ല. എന്താ കാര്യം? മാതൃകയുള്ള ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് മക്കൾക്കും അറിയാം. എന്റെ പപ്പ എവിടെയാണുള്ളത്, ഭർത്താവ് എവിടെയാണുള്ളത്, അവൻ ആരെയാണ് സേവിച്ചത്, ആരുടെ കൂടെയാണ് അവൻ ജീവിച്ചത്, അവൻ ആ നല്ല കുടുംബത്തിന് അറിയാം. അതുകൊണ്ട് അവർ പബ്ലിസിറ്റി ചെയ്ത് കഴിയാൻ
അപ്പൊ പിശാച് പറഞ്ഞു, ഹാനോക്ക് പോയി, ഹാനോക്കിനെ കാണാനില്ല, ഇനി അവനെ പോലെ ആരാധിക്കാൻ ഇനി ഇവിടെ ആരുണ്ട്? പിശാചിനെ സന്തോഷിപ്പിക്കുമ്പോഴാണ് അടുത്ത വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. ആരാണ് ആ വ്യക്തി? ലാമേക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ലാമേക്ക് 5:29. ലാമേക്ക് നന്നായി പ്രാർത്ഥിക്കുന്നു. നല്ല പ്രാർത്ഥന മനുഷ്യൻ. ഈ പറഞ്ഞ തോട്ടത്തിലുള്ള ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവം, തോട്ടത്തിൽ നിന്ന് കിട്ടിയതായ ആത്മസാന്നിധ്യം ഇങ്ങനെ തലമുറകളിൽ പിന്തുടരുകയാണ്. നാം ദൈവ തേജസ്സിനാൽ പിടിക്കപ്പെട്ടവരാണ്, ദൈവാത്മാവിനാൽ നാം നടത്തപ്പെടുന്നവരാണ്. അങ്ങനെ എന്ത് ചെയ്തു? ലാമേക്കിനെ ദൈവം കൊടുത്തു. ലാമേക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കാനില്ല, പ്രായപ്പെട്ടിരുന്ന പ്രാർത്ഥിക്കാനില്ല. അപ്പൊ ഭാര്യയെ വന്നിരുന്നു. ഭാര്യ വന്ന് ആര് പറയുക? ലാമേക്ക് പറഞ്ഞു. അന്ന് വരെ ഈ ദേഷ്യപ്പെടാത്ത മനുഷ്യന്റെ മുഖത്ത് നോക്കി ലാമേക്കിന്റെ ഭാര്യ ലാമേനെ ഇങ്ങനെ നോക്കിയിരിക്കും. ആ പേരോട് പറഞ്ഞു, എന്താ അച്ഛായ നിങ്ങൾക്ക് എന്ത് മാറ്റം? പ്രാർത്ഥന നടത്തും. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും, നീ ഏറ്റു പ്രാർത്ഥിക്കണം. അതാണ് ഇന്നത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ രണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എന്ത് പറയുമ്പോൾ അത് നീ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഓ ശരി, അങ്ങനെയൊക്കെ ശരി, നിങ്ങൾ തുടർന്ന് പ്രാർത്ഥന. അദ്ദേഹം പ്രാർത്ഥിച്ചു. 5:29 വായിച്ച് 5:29 അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന. യഹോവയായ ദൈവം ശപിച്ച ഭൂമി. പ്രാർത്ഥന കണ്ടോ? ഇത് നീ ഏറ്റു പറയണം. എന്താ പറഞ്ഞത്? യഹോവയാ ശപിച്ച ഭൂമി നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു. അവന് നോക എന്ന്. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് വെടിപ്പുള്ളതായിരിക്കണം. ആരാധന എങ്ങനെയുള്ളതായിരിക്കണം? വെടിപ്പുള്ളത് എന്ന് വെച്ചാൽ വിശുദ്ധിയുള്ളതായിരിക്കണം ആരാധന. അപ്പൊ ലാമേക്ക് എങ്ങനെ ആരാധിക്കാൻ എഴുതുമ്പോൾ കാണാം. ലാമേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ കൈകളുടെ പ്രവർത്തിക്കും പ്രയത്നത്തിനും ഒത്തവണ്ണം ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു. അവനെ പേരിട്ടു നോവ. ഇങ്ങനെ കിടക്കുക, വിരിപ്പ് വിരിച്ചിങ്ങനെ കുച്ചിനെ കിടത്തിയിരിക്കുക. പ്രാർത്ഥിച്ചപ്പോ അവന് നോവ എന്ന് പേരിടണം. അപ്പൊ അവർ പ്രാർത്ഥിച്ച് പറയുന്നത്, യഹോവയായ ദൈവം ശപിച്ച ഭൂമിയിൽ നമ്മുടെ കൈകളുടെ പ്രവർത്തിക്കും പ്രയത്നത്തിനും ഒത്തവണ്ണം ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവനെ ചെയ്തു നോവ എന്ന്. അപ്പൊ ആശ്വസിപ്പിക്കുന്ന ഒരു തലമുറ, ആശ്വസിപ്പിക്കുന്ന തലമുറയെ കണ്ട് എനിക്ക് നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വെടിപ്പുള്ളവരായിരിക്കണം. കൈകളിൽ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല, പ്രവൃത്തിയിൽ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. അവർ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധി ആരാധിച്ച് പറയുകയാണ്, അത് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിക്കും പ്രയത്നത്തിനും ഒത്തവണ്ണം ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ അവർ പേരെടുക്കുകയാണ്. ഭയങ്കര ഭാരം. പറഞ്ഞപ്പോ ഒരു വാക്ക് കേൾക്കുന്നില്ല. നീ വണ്ടിയെടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല പാസ്റ്റേ. ലൈസൻസ് ഇല്ല എങ്കിലും അവൻ വണ്ടിയെടുത്ത് പോക്കുന്നുണ്ട് പാസ്റ്റേ. ഒരു വക പറഞ്ഞാൽ കേൾക്കൂല, സമയത്തിന് വീട്ടിൽ വരൂല, അല്ലേ? എല്ലായിടത്തും കേൾക്കുന്ന വർത്തമാനമാണ്. പക്ഷെ നോവയെ കുറിച്ച് അവന്റെ അപ്പനും അമ്മയ്ക്ക് ഭയങ്കര സാക്ഷ്യം. ആരാധിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന മാതാവേ, ആരാധിക്കുന്ന പിതാവേ, എന്റെയും നിങ്ങളുടെയും തലമുറ വഴിയുടെ